Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keli, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Tell you a story now. Let me tell you through my FB now. I wanna tell you a story now. Let me tell you through my FB now. Pande, very very pande. There was a ഊര്, പുരാതന ഊര്. ഈ ഊരിനുള്ളൊരു പേര് എന്തരോ എന്തോ.
manipulation. It's a drama called Filmation. Drama called Filmation. Drama called Filmation. Drama It's a drama called Filmation. Drama called Filmation. Drama called Filmation. Drama called Filmation. The drama called Perumal Desha. മണ്ണിൽ പൊന്നു വിളയിച്ച പെരുമാൾ ദേശത്തിന്റെ കഥയാണിത്. വിയർപ്പിന്റെ ഉപ്പുരസമാണ് ഏറ്റവും നല്ല മധുരം എന്ന് വിശ്വസിക്കുന്ന പെരുമാൾ ദേശത്തിന്റെ കഥ. മണ്ണിലെ വേലയാണ് മഹത്തായ തൊഴിൽ എന്ന് കണക്കാക്കുന്ന ഇവർക്ക് ഇന്ന് ഒരു സുദിനമാണ്. നമസ്കാരമുണ്ട് ചേട്ടന്മാരെ, ഒരു അർജന്റ് കേസുണ്ട്. എന്റെ ഇടവും വലവും നിൽക്കൂ. നമസ്കാരം. ജാലക കാഴ്ചയിലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സംസാരിക്കല്ലേ. പെരുമാൾപുരത്തെ ഒരു പ്രധാന വ്യക്തിയെ കുറിച്ചാണ് ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ചേട്ടാ TV ക്യാമറ മൈൻഡ് ചെയ്യാത്ത മലയാളിയാടെ. നാട്ടുകാരുടെ ഇൻട്രോയിലൂടെ വേണം സെൻട്രൽ ക്യാരക്ടറിൽ എത്താൻ. എവിടെ നോക്കിയാണ് നടക്കുന്നത്? ട്യൂബ്ലൈറ്റ് പൊട്ടി കണ്ടില്ലേ? സോറി. പൊട്ടിച്ചിട്ട് പിന്നെ എന്തോന്ന് സോറി? അല്ല ഞാൻ അത് പിന്നെ നിന്നെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. TV ചാനലിൽ നിന്നാ. അപ്പൊ ഇന്ന് രാത്രി 5 പേരെ വെച്ച് ന്യൂസിൽ ചർച്ച ചെയ്യാനുള്ള വിഷയം കിട്ടിയല്ലോ. ട്യൂബ്ലൈറ്റ് പൊട്ടിയെന്നും പറഞ്ഞു. അങ്ങനെയല്ല. പിന്നെ ചേട്ടാ ഈ നാട്ടുകാരനാണല്ലോ. നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യോ? പോയടാ. നിന്നെ പോലെ ഈ TV-കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ലാൻ എന്തോ ആലോചിക്കുന്നത്. ഒന്ന് സൂം ചെയ്തേ. എന്താ ചേട്ടനെ ക്യാമറയിലൂടെ കാണാനേ എന്തൊരു ചന്തം. ഏയ് ഹിന്ദി നടനേ അമീർ ഖാൻ പ്ലാവിന്റെ മണ്ടയിൽ ഇരിക്കുന്നത് പോലുണ്ട്. സത്യം. ഫോക്കസ് ചെയ്ത് വെച്ചോ. എടുത്തിട്ട് ഞാൻ നോക്കണേ. എന്നാ പിന്നെ ഊപ്പറാവോ. നമസ്കാരം. ജാലക കാഴ്ചയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാം എടുത്തോളെ. ഞാനുണ്ടല്ലോ അല്ലേ ഫ്രെയിമില്. കേറണല്ലേ. പ്ലാവിലല്ല കുത്തമ്മീനാറിന്റെ വണ്ടയിൽ വരെ ഞാൻ കുളിച്ചു. നമസ്കാരം. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇതുവരെ കാണാത്ത ഏത് പരിപാടി തുടങ്ങുമ്പോഴും ചരിത്രത്തിൽ ആദ്യമായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് പുതുമയുണ്ടായിട്ടാ? പുതുമയുണ്ടല്ലോ. സാധാരണ ന്യൂസ് റൂമിൽ 2 കസേരയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായത്തിന്റെ പേരിലാണല്ലോ കൊമ്പ് ഓർക്കുന്നത്. അതെ. പക്ഷേ ഇവിടെ ഒരേ കൊമ്പിൽ നിന്ന് നമ്മൾ അഭിപ്രായം പറയുന്നു. പുതുമയില്ലേ? പെരുമാൾ ദേശത്തിന്റെ ഈ ഉത്സവത്തിൽ CM പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി വരുന്നുണ്ടോ? മുഖ്യമന്ത്രി CM അല്ല, CM സിറ്റി മീഡിയ. ഇതിന്റെ ഷോർട്ട് ഫോമാണ്. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? പെരുമാൾ ദേശം വലിയ സന്തോഷത്തിലാണ്. പക്ഷെ ചേട്ടന് അത്ര സന്തോഷമില്ല. അത് ഞാൻ പറയാം. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറം തൊട്ട് ഇപ്പുറം വരെയുള്ള റോഡിന്റെ 2 സൈഡിലുള്ള എല്ലാ മരങ്ങളിലും നല്ല കളറായിട്ടുള്ള എലിമിനേഷൻ ബൾബുകളും ട്യൂബ്ലൈറ്റുകളും എല്ലാം ഞാൻ വെച്ച് കെട്ടി. നല്ല കാര്യമില്ലേ? പക്ഷെ ഫംഗ്ഷൻ പകലാ. ബെസ്റ്റ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ പെരുമാൾ ദേശം എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു കനമുള്ള പേരാണ്. എങ്ങനെയാണ് ഇതിന് പെരുമാൾ ദേശം എന്ന പേര് വന്നത്? അത് ഞാൻ നേരത്തെ CM വരുന്നുണ്ടോന്ന് ചോദിച്ചില്ലേ. സാധാരണ അങ്ങനെയുള്ള ആരും ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു 2 തലമുറ മുമ്പോട്ട് തന്നെ ഇവിടെ ഭരിച്ചിരുന്നത് ഒരു ശേഖര പെരുമാൾ എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാനിവിടെ വന്ന് താമസിക്കുന്ന ആളാ. പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പൊ അദ്ദേഹം വളരെ വലിയൊരു ദാനധർമ്മിഷ്ഠനും നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളുമായിരുന്നു. അങ്ങനെ കാലാകാലങ്ങളായിട്ട് പെരുമാൾമാരാണ് ഈ നാട് ഭരിക്കുന്നത്. അങ്ങനെയാണ് പെരുമാൾ ദേശം എന്നുള്ള പേര് വന്നത്. ഇപ്പൊ ഈ ശേഖരപിള്ളയുടെ മകന്റെ മകൻ വേറൊരു പെരുമാളാണ് ഈ നാട് ഭരിക്കുന്നത്. ഞങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാൻ പെരുമാൾ അദ്ദേഹം സമ്മതം തരണം. അപ്പോ ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കില്ല. ഇവിടെ തീർപ്പായില്ലെങ്കിലേ ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നുള്ളൂ. ഭർത്താവിന് ഭാര്യയെ സംശയം, ഭർത്താവിൻ്റെ രീതിക്കൊത്ത് ഭാര്യ ജീവിക്കുന്നുമില്ല. ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് ബന്ധം അങ്ങ് അവസാനിപ്പിക്കുന്നതാണ്. അതിന് എൻ്റെ അനുവാദം വേണം. നന്നായി. നിനക്കിപ്പോ എന്ത് കൃഷിയാടാ? നെല്ലോ പച്ചക്കറിയോ? രണ്ടും ഉണ്ട്. നെൽച്ചെടികൾക്കിടയിൽ കള പിടിക്കാറുണ്ടോ? ഉണ്ട്. കീടങ്ങൾ വന്ന് നശിപ്പിക്കാറുണ്ടോ? അപ്പോൾ നീ കളയാണോ നെൽച്ചെടിയാണോ പിഴുതെറിയാറ്? കളയെ. ആ കളയെ.
എടാ, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെയാണ് പിഴുതെറിയേണ്ടത്, അല്ലാതെ കിട്ടിയ ജീവിതത്തെ അല്ല. നിനക്കറിയാവോ, എൻ്റെ ഭാര്യ ജാനകി അവൾക്ക് അസുഖം വന്നപ്പോൾ വിഷമത്തോടൊപ്പം എനിക്ക് സന്തോഷമുണ്ടായി. എന്തുകൊണ്ടാ? അവളുടെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാനും കൂടുതൽ സ്നേഹിക്കാനും ദൈവം തന്ന അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. കുടുംബമെന്ന് വെച്ചാൽ സംഭവിക്കുന്നതെല്ലാം സ്നേഹം കൂട്ടാനുള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ രണ്ടാളും വീട്ടിലേക്ക് പോ. എന്താ, സമ്മതമാണോ? സമ്മതമാണ്. ഞാൻ സമ്മതിക്കില്ല. മുതലാളി പറഞ്ഞത് കേട്ടില്ലേ, അദ്ദേഹത്തിന് സമ്മതമല്ലെന്ന്. മുതലാളിയുടെ സമ്മതം ആർക്ക് വേണം? അതെല്ലാം പെരുമാൾ ഒത്തീർപ്പാക്കിയല്ലേ പിടിതിനെ പിടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നേ. പെരുമാൾ വേണ്ട അവിടെ പെരുമാളിന്റെ അടുത്ത് മാത്രം പ്രശ്നം ഒത്തീർപ്പാക്കിയാ പോരാ, ഇവിടെ നമ്മുടെ പിള്ള മുതലാളിയുടെ അടുത്ത് ഒത്തീർപ്പാക്കണം. എങ്കിലേ നിനക്കൊക്കെ ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മുതലാളി ഒരു തീർപ്പ് കൽപ്പിക്കും, അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി. കൽപ്പിക്കും മുതലാളി. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം ഇന്ന് തന്നെ വേർപെടുത്തണം. എന്നിട്ട് ഇവളുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് തറയിലടിക്കണം. അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നീ വാങ്ങണം. അത് കഴിഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്ക് വിട്ടോളണം. പിറ്റേ ദിവസം നാട്ടുകാരെയും കൂട്ടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരണം. അപ്പം നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും. അത് മതി, അതാണ് എനിക്കിഷ്ടം. പറഞ്ഞു കൊടുക്കടാ. എന്ത് തീരുമാനിച്ചു? ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച അയക്കെന്താ? അയാൾ മെനക്കെട്ട് ഇത്രയും പറഞ്ഞതല്ലേ, അച്ഛന്റെ പ്രായമല്ലേ, അതങ്ങ് സമ്മതിച്ചുകൂടെ? ഞങ്ങൾ സമ്മതിക്കില്ല. ഉറപ്പിച്ച മുതലാളിയെ പോലെ അല്ല, ഞാനങ്ങ് ഇറങ്ങും. ഈ കാക്കമധുവിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. നിന്റെ പുരയിടം മുഴുവനും തൂറി നാറ്റിക്കും. എന്താ ഒരു പരിചയമില്ലാത്തതുപോലെ മണ്ടയിൽ വെച്ച് പരിചയപ്പെട്ടതല്ലേ? ഒറ്റ മിനിറ്റ്. വണ്ടി എടുക്കും, നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. എങ്ങോട്ട്? ഈ എപ്പിസോഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഈ ചാനലുകാരെ കൊണ്ട് വലിയ കുഴപ്പമാ രാഹുലേ. ഇത്തിരി വെളുപ്പും പൊക്കമുള്ള ആരെങ്കിലും കണ്ട പിടിച്ചു നിർത്തി ചോദ്യം ചോദിക്കുക. എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ. ഹലോ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, കിങ് കോങ്. ജയന്റെ അതേ കട്ട്. എന്നെ ഇതുപോലെ ഏതോ നടന്റെ പേര് പറഞ്ഞാട്ടെ ഉമ്മാര് പറ്റിച്ചത്. ആരായിരുന്നു നടൻ? ഒന്ന് പറഞ്ഞു. ആലുമൂടായി. ജയൻ കറക്റ്റ് അല്ലേ? നീ വാടാ. എന്റെ കഴിവ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് കഥ പറഞ്ഞിട്ട് പോകണം. എന്താണ് പേര്? രാഹുൽ. പക്ഷേ പേര് രൂപം തമ്മിൽ ഒരു മാച്ചും ഇല്ല. നമുക്കിവിടെ വേണ്ടത് ഈ നാടിന്റെ പൊതു സ്വഭാവത്തെ കുറിച്ച് പറയുക എന്നതാണ്. റെഡിയല്ലേ? റെഡിയാ. ക്യാമറ. പെരുമാൾ ദേശം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അധ്വാ പണിയെടുക്കുന്നവരുടെ നാടാണ്. വിയർപ്പൊഴുകാതെ അഹങ്കാരം കഴിക്കാം, ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ദേശക്കാര്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അധ്വാനിക്കുന്നില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഈ കഥ തുടരുമ്പോ മനസ്സിലാവും. പിന്നെ അസൂയ, കുശുമ്പ്, കുന്നായ്മ അത് ഈ നാട്ടിലില്ല. അയ്യേ, അതുകൊണ്ടാണല്ലോ പോലീസുകാർക്ക് ഇവിടെ പണിയില്ലാത്തത്. ഇവിടത്തെ കൃഷിയിടങ്ങൾ കണ്ടുപിടിക്കാൻ പട്ടണങ്ങളിലെ സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂർ വരാറുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ ഇവിടെ കാണുന്നതിന് പ്രത്യേകിച്ച് ഫീസോ ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ വരുന്ന കുട്ടികൾ ഭൂമിയിൽ ഇറങ്ങി 5 മിനിറ്റ് പണിയെടുക്കണം. അതാണ് ഇവിടുത്തെ വ്യവസ്ഥ. ഒരു ഗ്രാമം ഒരേ മനസ്സോടെ കൃഷി ചെയ്യുന്നു. അത് കണ്ടുപഠിക്കാൻ പല ദേശത്തു നിന്നും ആളുകൾ വരുന്നു. പെരുമാൾ ദേശം ലോകത്തിന് മാതൃകയാവുകയാണ്. എന്തായാലും ഈ വിജയത്തിന് പിന്നിൽ ഇവിടുത്തെ കൃഷി ഓഫീസർ തന്നെയായിരിക്കും, അല്ലേ? അല്ലേ? ഓഫീസിൽ വന്നത് എവിടെ മണ്ണിന്റെ സാമ്പിള് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മുതൽ ആഴ്ചയിൽ 2 ദിവസം ട്യൂസ്ഡേയും ഫ്രൈഡേയും അത്രേ കാണൂ ഫീൽഡ് വിസിറ്റ്. ഓക്കെ? മുമ്പുണ്ടായിരുന്ന ഓഫീസർ പറഞ്ഞിരുന്നു ഇവിടെ ഒരു കൃഷി ഓഫീസറിന്റെ ആവശ്യമില്ല, നിങ്ങളുടേതായ രീതിയിലാണ് ഫാമിംഗ് എന്നൊക്കെ. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയാണ് മാഡം. ആയിക്കോ, പക്ഷെ കൃഷിനാശം വരുമ്പോ എല്ലാം കൂടെ എന്റെ തലയിൽ ഇടായിരുന്നാ മതി. 6 മാസത്തെ ഗ്രാമീണ സർവീസ് നിർബന്ധമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിന്റെ തോലിന്റെ കട്ടിയും സ്മെല്ലും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സീസണിൽ 3000 മാങ്ങെങ്കിലും കിട്ടും. 3000 ഒന്നും വേണ്ട മാഡം, ഒരു 100 എണ്ണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അത് മാവല്ലല്ലോ, പ്ലാവല്ലേ.
വീട്ടിലാണല്ലോ നിൽക്കുന്നത്. എന്താണോ അവ കണ്ടു. എത്ര മണിക്കാണ് ഇവിടെ വരാൻ പറഞ്ഞേ? ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്ത് തന്നെ സസ്പെൻഡ് ചെയ്യും. അതെ, ഞങ്ങളോടുള്ള ദേഷ്യ തന്നോട് തീർക്കുന്നത്. അനുഭവിച്ചോ അല്ലാണ്ട് എന്ത് ചെയ്യാനാ. മാഡം ഇവിടെ എന്തോ മണ്ടത്തരം കാണിക്കുകയോ പറയോ ചെയ്തല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. മാഡത്തിന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാം. താല്പര്യമില്ലാത്ത വിഷയം, താല്പര്യമില്ലാത്ത ജോലി, ഇതെല്ലാം കൂടി ആവുമ്പോ ഒരു ഈ കൂട്ടുകൃഷിയിലൂടെ ഈ ഗ്രാമത്തിന് ആവശ്യമുള്ളതിലും എത്രയോ ഇരട്ടി നെല്ലുൽപാദനം, അത് കയറ്റി അയച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ സുഖജീവിതം. അപ്പൊ ഈ പെരുമാൾ ദേശത്തിന്റെ നേട്ടത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? അത് വലിയ രഹസ്യമൊന്നുമല്ല, പരസ്യമാണ്. ഈ ദേശത്ത് രാഷ്ട്രീയമില്ലായിരുന്നു. രാഷ്ട്രീയമില്ലാത്ത നാടാ? മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, BJP. രാഷ്ട്രീയം സംസാരിക്കല്ലേ? രാഷ്ട്രീയം സംസാരിക്കാനും പറ്റൂല. പേടിക്കണ്ട, 1 വർഷം മുമ്പുള്ള കാര്യമാണ് ഞങ്ങൾ ഈ പറഞ്ഞോണ്ടിരുന്നത്. പഴയ കാരണവന്മാരുടെ തീരുമാനം അനുസരിച്ച് പെരുമാൾ ദേശത്ത് രാഷ്ട്രീയക്കാർക്ക് കടന്നു വരാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പിള്ളച്ചേരി, പെരുമാൾ ചേരി, ഇങ്ങനെ 2 ചേരികൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവർക്കും ഒരേ മനസ്സായിരുന്നു. അങ്ങനെ നേരാമണ്ണ ഒരു പ്രദേശത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാള് വേണമായിരുന്നല്ലോ. ഉണ്ടല്ലോ. അതാരാണ്? സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ക്ഷണിച്ചോളുന്നു. നമസ്കാരം. ഉത്സവത്തിന്റെ ഭാഗമായതിനാൽ ഞാൻ ഇതിനൊരു മത്സരമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രോഫി ഞാൻ അർജുനനുമൊത്ത് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അവൻ പോവാണെ പോട്ടെ, കാർത്തിക ട്രോഫി ആയില്ലേ. അർജുന, നാട്ടുകാരുടെ കൈഡ് മേടിക്കാനുള്ള തന്റെ പതിവ് ഷോ ഉണ്ടല്ലോ, അത് അർജുനോട് വേണ്ട. നീ എന്തൊക്കെയാ പറയുന്നത്? നിന്റെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. നിന്നെ തോൽപ്പിച്ചിട്ട് തന്നെ ഞാൻ ആ ട്രോഫി എടുക്കൂടാ.
പത്മജം, ദാ വരുന്നടി നമ്മുടെ മോൻ. അപ്പനെന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? ഓ, അപ്പം വലിയ മിടുക്കനായിരുന്നല്ലോ. ഒരു കാലത്ത് ദേശം വിറപ്പിച്ച വേലിപ്പിള്ളയുടെ മകനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മോൻ ഭാഗ്യം ചെയ്തവനാ. കാരണം ഞാൻ പെരുമാളിനോടൊപ്പം ഓരോ പ്രാവശ്യം തോറ്റു വരുമ്പോഴും എന്റെ അപ്പൻ എനിക്ക് കൂട്ടിനില്ലായിരുന്നു. ആ കാര്യത്തിൽ എന്റെ മോൻ ഭാഗ്യം ചെയ്തവനാ. കാരണം ഇവൻ തോറ്റു തുടങ്ങിയപ്പോ ഇവന്റെ അപ്പനായ ഞാനും ഒപ്പം ഉണ്ടല്ലോ. ഒരുമിച്ച് തോക്കാനായിരിക്കും. അപ്പൊ പോടാ. ഇവര് യാത് നേരം നോക്കിയാലും അലുവൻ നെത്തോലി പീരാൻ പോലെയാണല്ലോ. നീ നെത്തോലി എന്ന് ഉദ്ദേശിച്ചാരെ? മുതലാളി തന്നെയാണ്. നെത്തോലി ഇപ്പൊ ഒരു ചെറിയ മീനല്ല മുതലാളി. ഓ അപ്പ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനെനിക്ക് ആരുടെ സഹായം വേണ്ട. സമപ്രായക്കാരോട് തോൽക്കാൻ തുടങ്ങുമ്പോൾ ഏതൊരു ചെറുപ്പക്കാരനും ഇത്തരം ആവേശം ഉണ്ടാകാറുണ്ട്. അത് അണയരുത്. അവിടെയാണ് നീ ജയിക്കേണ്ടത്. ജയിക്കണം. പെരുമാൾ ദേശത്തെ പെരുമാളിന്റെ തലയെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. പിന്നെ തലയോടെ ഇളക്കി വെച്ചിക്കല്ല ഇങ്ങ് എടുത്തിട്ട് വരെ. നീ എന്താ പറഞ്ഞേ? പിള്ള മുതലാളി കൊച്ചു മുതലാളിയോട് അവസാനം വരെ ഞാൻ കാണും. അടിയന്തരത്തിന്റെ അന്ന് വരാം. എന്നിട്ട് എന്നെ വീട്ടിൽ വിടോ? ശരി. ഓ അയ്യോ, ആയിരിക്കൂ. ഇതെങ്ങനെയാ മനുഷ്യ കഴിക്കുന്നേ? ഉപ്പുമില്ല, മുളകുമില്ല. അത് ശരി. അങ്ങാടി തോറ്റേന് അമ്മയുടെ നേരിയ. ഇതിന് പകുതി ശൗര്യം അവിടെ കാണിച്ചിരുന്നെങ്കിൽ ആ കാർത്തിയെ ജയിക്കായിരുന്നില്ലടാ. ഞാനൊരു കാര്യം പറയാം. അവസാനം കാക്കമതോ നീ അത് പറഞ്ഞല്ലോടാ എന്നൊന്നും പറഞ്ഞളയരുത്. എന്താടാ? നമുക്ക് ഗസറ്റി കൊടുത്ത് ഇദ്ദേഹത്തിന്റെ പേരൊന്നും മാറ്റിയാലോ? വല്ല ചിഞ്ചുമോനെന്നോ സുനിക്കുട്ടനെന്നോ. അതാകുമ്പോ പുറത്തിറങ്ങുമ്പോ ആരും തിരിച്ചറിയൂല. ഇരിയടാ അവിടെ. സ്ഥിരമായി നീ തോക്കുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോണതല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ആവേശം അവന്. ഇതൊരുമാതിരി നാറിയ തോൽവിയായി പോയി മുതലാളി. ഒരിക്കലെങ്കിലും ഒന്ന് ജയിച്ച് കാണിക്കൂ. ഇതിലെങ്കിലും സ്വന്തം അച്ഛനെ പോലെ ആവാതെ ജനങ്ങളെ കൊണ്ടൊരു ജയ്യെങ്കിലും വിളിപ്പിക്കൂ. ഇപ്പൊ വിളിപ്പിച്ചത് തന്നെ. വിളിപ്പിക്കൂടാ. ഇന്ന് അവന്റെ കൂടെ നടക്കുന്ന സകല അലവലാതികളെ കൊണ്ട് ഞാൻ എനിക്ക് ജയ് വിളിപ്പിക്കും. അങ്ങനെ കയറി വാ. എന്നിട്ട് ആ വടക്കേ പാടം അത് ഞാൻ എന്റെ പേരിലാക്കും. മുതലാളി, ഈ പറഞ്ഞ കാര്യമൊക്കെ നടക്കണമെങ്കിൽ വല്ല രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങണം. എന്താണ് നീ പറഞ്ഞ? നിനക്ക് മനസ്സിലായില്ലേ? രാഷ്ട്രീയക്കാരനായാലേ കാർത്തിയുടെ കൂടെ നിൽക്കുന്ന നാട്ടുകാരെ നിന്റെ ഭാഗത്ത് ചേർക്കാൻ പറ്റൂന്ന്. അത് ശരിയാ. പക്ഷെ കാർന്നവന്മാർ ഉണ്ടാക്കി വെച്ച വ്യവസ്ഥ അനുസരിച്ച് ഈ പെരുമാൾ ദേശത്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ലെന്നാണല്ലോ. ആരും രാഷ്ട്രീയപരമായിട്ട് വേർപിരിയാനും പാടില്ല. പിന്നെ എങ്ങനെ ഉണ്ടാക്കും? ആ വ്യവസ്ഥ നമുക്കങ്ങ് തെറ്റിച്ചാലോ? ഇവിടെ നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവന്നാലോ? കൃഷിയിൽ നിന്ന് ശ്രദ്ധ രാഷ്ട്രീയത്തിലോട്ട് മാറ്റണം. ഒന്നോടി വിളിക്കടാ. സത്യം പറഞ്ഞാൽ ഈ മുദ്രാവാക്യം കേട്ടപ്പോ ആകൊരു ഉൾക്കുളിര്. ബോർഡിൽ റെസ്റ്റോറന്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും സംഗതി ചായക്കടയാ. ഈ മൊബൈലിൽ പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കുന്ന ആളാണ് ഓണർ. അതെ, ഞാൻ ശകുനിപ്പിള്ള. എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനായി തുടങ്ങിയ ചായക്കടയാണിത്. ഇവിടെ ഇരുന്നാൽ ഈ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും അറിയാൻ സാധിക്കും. ശകുനിപ്പിള്ളേ, ഒരു ചൂട് ചായ എടുക്ക്. ഒരു ഭയങ്കര വാർത്ത പറയാനുണ്ട്. പല്ലിന്റെ കുറവ് കൂടെ നാക്ക് പരിഹരിച്ചോളും. വാർത്താ വിതരണക്കാരനാ BBC ഷാജി. സുധാകരന്റെ ഭാര്യ ഇന്നലെ ടൗണിൽ പോകുന്ന വഴിക്ക് വാളെടുത്തുയർത്തിയപ്പോൾ ലൈംഗമ്പി കൊണ്ട് ഷോക്ക് അടിച്ചതാ. പിന്നെ തുള്ളാൻ പോയിട്ടില്ല. വെളിച്ചപ്പാടാണ് അത്ര. ചരമകാളാന്ന് നോക്കുന്നേ. എടോ, തന്റെ പടം വരാറായില്ല. ചേട്ടാ ഒരു ചായ. ചായയോ? ഇപ്പൊ കിട്ടും. അവൻ ആ കുന്ത്രാണ്ടം കിട്ടിയ പിന്നെ ആന കുത്തിയാ പോലും ശ്രദ്ധിക്കുകയല്ല. ഒടുക്കത്തെ കുത്തല്ലയോ, മുടിഞ്ഞ കുത്ത്. ചേട്ടാ ചായ. ചായ എടുക്കാൻ പാലില്ല ചേട്ടാ. ആ വിഷമത്തിൽ 2 ബോണ്ട കഴിച്ചിട്ടാ ഞാൻ നിൽക്കുന്നത്, അറിയാവോ? എന്നാ പിന്നെ എല്ലാത്തിനും ആപ്പുണ്ടല്ലോ. ആ പഠിച്ചു കയറ്റിയ പാല് വരുവോടാ? എന്റെ പൊന്നു ചേട്ടാ, പാലിൽ ആപ്പെടുത്ത് ഡൗൺലോഡ് ചെയ്താ പോരെ? ആഹാ, എന്നാ പിന്നെ 2 ചായക്കുള്ള പാല് ഡൗൺലോഡ് ചെയ്യേ. കളിയാക്കട്ട. എല്ലാം താമസിയാതെ വരും. പക്ഷെ ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ല. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. പാട് തന്നെ അല്ലേ മുതലാളി? കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കണ്ട, എവിടെ നോക്കിയാലും പെരുമാളിന്റെ ആൾക്കാരും. ആളല്ലേ ഈ നാട് ഭരിക്കുന്നത്. ഇങ്ങനെ പോയാ മുതലാളി ഈ നാട് വിടേണ്ടി വരും. മുതലാളി ഒരാളെന്ന് പറയുമ്പോഴേ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു പരിഹാസം. മതിയാകടാ. ഈ പെരുമാൾ ദേശം എനിക്ക് ഒരു ദിവസം ഭരിക്കണം.
മുതലാളി മാടമ്പി ഭരണമൊന്നും ഇനി ഇവിടെ നടക്കൂല. അതൊക്കെ പണ്ട് ജനാധിപത്യ ഭരണം കൊണ്ടുവരാന്ന് വിചാരിച്ച ഇവിടെ രാഷ്ട്രീയവും ഇല്ലല്ലോ. അതുകൊണ്ടായിരുന്നെങ്കിൽ മുതലാളിക്ക് ഈ നാട് എങ്ങനെയെങ്കിലും ഭരിക്കായിരുന്നു. എങ്കിൽ രാഷ്ട്രീയം നമ്മൾ കൊണ്ടുവരുന്നു. എന്നാലോ? അത് കൊള്ളാം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ലല്ലോ. താല്പര്യം ഉണ്ടാക്കണം. അതെങ്ങനെ? രാഷ്ട്രീയം പറഞ്ഞ ആൾക്കാരെ വശീകരിക്കാൻ പറ്റിയ ഒരുത്തൻ വരണം. അതിനാരാള്ള മുതലാളി? ഉണ്ട്, പാല തങ്കച്ചൻ. അങ്ങനെയാണെങ്കിൽ മുതലാളി ഇപ്പൊ അയാളെ വിളി. ഓക്കെ, ഇപ്പൊ സമയം എന്തായി? മണി 11. 11 മണിക്ക് ഞാൻ വിളിച്ച അയാൾ എന്നോട് ചോദിക്കും അന്തസ്സുണ്ടോടാന്ന്. അത് വേണ്ട, നാളെ രാവിലെ വിളിക്കാം. ആ സിംഹത്തെ, പാല തങ്കച്ച. അതെ, പാല തങ്കച്ചൻ. എന്നതാടാ അവന്മാരങ്ങനെ പറഞ്ഞു? എന്റെ തല പോസ്റ്ററിൽ കണ്ട സംഭാവന തരില്ലെന്ന് പറഞ്ഞു. എന്നതൊക്കെയാടാ ഈ കേൾക്കുന്നത്? നീ ഒരു കാര്യം ചെയ്, അപ്പുറത്തെ റേഷൻ കട മുതലാളി എടുത്ത് ചോദിക്കും. അവിടെ മാത്രമേ അവന്മാര് കയറാതുള്ളൂ. അയാൾ അവിടെ ഇല്ലെന്നോ? എടാ പാടത്തോ പണിസ്ഥലത്തോ നോക്ക്, എല്ലാരും ബംഗാളികളാണോ? എടാ മലയാളിയെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവൻ ബംഗാളി, തണലത്ത് കൊടയം പിടിച്ച് നോക്കി നിൽക്കുന്നവൻ മലയാളി. അവരെടുത്ത് ചോദിക്ക്. ആ സാറാണോ പാലാ തങ്കച്ചൻ? അതെ, എന്നെ അറിയൂ. പിന്നെ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. വലിയ ശല്യമാണ്. എന്നാലും ഈ അണികൾ നിർബന്ധിക്കുമ്പോ എന്താ ചെയ്യാൻ ഒക്കുന്നത്? സാർ ഏത് പാർട്ടിയുടെ ആളാ? അങ്ങനെയൊന്നുമില്ല, ഭരണകക്ഷി. അല്ല, സാർ എങ്ങോട്ട് പോണെന്ന് പറഞ്ഞില്ല. ഇവിടെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? നാക്കിലുണ്ട്, പറയാൻ പറ്റുന്നില്ല. ആ, പെരുമാൾ ദേശം. നല്ല ബ്രേക്ക് ആണല്ലോടാ, നീ എന്തിനാ ചവിട്ടിയത്? അല്ല, സാർ എങ്ങോട്ട് പോണെന്നാ പറഞ്ഞേ? പെരുമാൾ ദേശം. സാറേ, ഇതാണ് സാറ് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് അങ്ങ് നേരെ പോയാ മതി. അല്ല, അതിനകത്തേക്ക് വണ്ടി ഇല്ല സാറേ, എനിക്ക് വേറെ ഓട്ടോ ഉണ്ട്. അതാ. ശരി ശരി, എത്ര രൂപയായി? 60 രൂപ. 60 രൂപയോ? നീ എന്നതായി പറയുന്നത്? ആ മീറ്റർ നോക്കി പറ. സാറേ, മീറ്റർ നോക്കിയാലും ഇല്ലെങ്കിലും 60 രൂപ. ഞാൻ അങ്ങനെ സെറ്റ് വെച്ചിരിക്കുക. ഓ, കൂടുതലാണേ. കൊണ്ടുപോ. സാറേ, സാറിന്റെ ഡ്രസ് ഇട്ട് ഞാൻ സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ? അനിയന്റെ ഒരു കാര്യം, ഞാൻ എവിടെ ചെന്നാലും ഒരണിയെങ്കിലും കാണുന്നുണ്ടാവും. എടുത്തോട്ടെ. സാർ ആ തൊളന്ന് കൈയിടുവോ? കിട്ടും. അനിയൻ നോക്കട്ടെ. ഓ, ഞാനൊരു സംഭവം തന്നെ അല്ലയോ? പിന്നെ എന്താ ഗ്ലാമർ? സാറേ, സാർ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കുപ്പായം അല്ലാതെ വേറെ മാറാൻ തുണി വല്ലതും എടുത്തിട്ടുണ്ടോ? തൽക്കാലമില്ല. എന്നാലേ ഈ പൈസ സാറ് തന്നെ വെച്ചോ. എന്തോന്നാ ഓട്ടോ കാശ് തിരിച്ചു തരുന്നു? സാറേ, ഞാൻ ആദ്യമായിട്ടാ ഓട്ടോ കാശ് തിരികെ കൊടുക്കുന്നു. ഓ, അണി. സാർ അങ്ങോട്ട് കേറുന്നതിന് മുമ്പ് സാർ ആ കാണുന്ന ബോർഡ് ഒന്ന് വായിച്ചു നോക്കിയേ. ബോർഡോ? രാഷ്ട്രീയം പറയരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. രാഷ്ട്രീയക്കാർക്ക് പ്രവേശനം ഇവിടെ വരെ. അനിയ, വായിച്ചപ്പം മൊത്തത്തിലൊരു വശപ്പശക്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കൂ? എന്റെ സാറേ, കേരളത്തിലാകെയുള്ള രാഷ്ട്രീയ വിമുക്ത ഗ്രാമമാണിത്. സാറിനെന്നല്ല, ഒരു രാഷ്ട്രീയക്കാർക്കും ഈ ഗ്രാമത്തിൽ സ്ഥാനമില്ല. ഇവിടെ ഈ കുപ്പായം ഇട്ട് ആദ്യമായിട്ട് കാലുകുത്തുന്ന ആള് സാറാണ്. ഏതാണ്ട് ചന്ദ്രനെ പണ്ടാരാണ്ട് കാലുകുത്തിയ പോലെ. അതുകൊണ്ടാണ് എന്റെ ഫോണിൽ സാറിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചത്. നാളെ എന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ. അതെന്തിന്? ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ. അല്ലാതെ സാറിന്റെ ഗ്ലാമർ ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ നല്ല കുപ്പായം കേട്ടോ. താങ്ക്സ്. വിരലിടാത്തൊരു ചായ. കുറുപ്പേണ്ണന് വിരലിടാത്ത ചായല്ലേ? ഇപ്പൊ തരാട്ടാ. എനിക്ക് പറ്റിയൊരു പെണ്ണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല, എന്നിട്ടാണ് വിരലിടാത്ത ചായ. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. അത് പിന്നെ അവൻ കലിപ്പ് കാണിക്കാതിരിക്കുവോ? അവനൊരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് ഇതുവരെ റെഡിയാക്കിയില്ലല്ലോ. എന്റെ സൗനിച്ചേട്ടാ, ഏതെങ്കിലും ഒരു പെണ്ണു മതിയോ അവനെ പോലത്തെ ഒരു സുന്ദരന്? കുറുപ്പേട്ട ചുമ ആരും പറയാത്തൊരു കാര്യം ഇയാളെ നിന്റെ മുഖത്ത് നോക്കി അറിയാതെ പറഞ്ഞു പോയപ്പോ അതും നിനക്ക് വേണ്ടെന്നു. അഹങ്കാരി. എല്ലാരോടുമായിട്ട് പറയാ, ഉന്നോടൊക്കെ ഓട്ടണം, ബ്രിട്ടാസിനെ ആരും പഠിപ്പിക്കണ്ട കേട്ടോ. ഇനി നീ തൊളയിട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. എടാ ബ്രിട്ടാസേ, മൂടുവാ. നീ വിഷമിക്കണ്ട. നീ എന്റെ ടാബ് കണ്ടിട്ടുണ്ടോ? കുറുപ്പേട്ട ഒരുമാതിരി വർത്താനം പറഞ്ഞിട്ടോ. എനിക്ക് വല്ലവരും പൈപ്പ് നോക്കലാണോ പണി? എടാ പൊട്ട ടാപ്പല്ല, ടാബ് ടാബ്. നീ ഇത് കണ്ടിട്ടുണ്ടോ?
ഇതിലുള്ള പെൺപിള്ളേരെ കണ്ടാലേ ഷക്കീല വരെ തോറ്റുപോകും. എടോ കുറുപ്പേ, താനൊരു കല്യാണ ബ്രോക്കറാണോ അതോ മാമയോ? വായ്പല്ലില്ലാത്ത BBC സംസാരിക്കരുത്. യുവതികളുടെ നഗ്ന ചിത്രം പ്രദർശിപ്പിച്ച കല്യാണ ബ്രോക്കർ കസ്റ്റഡിയിൽ. വായിച്ചോ ഇപ്പൊ പത്രം വായിച്ചോ? അടുത്ത കർക്കിടകത്തില് നാട്ടുകാർക്ക് രാമായണം വായിക്കാനുള്ള മുതലാത്. നിർത്ത്. ഇനി മേലാ ഞാൻ ഈ കതറിടത്തില്ല. പോരെ, പോയി കളിച്ച. ഹലോ, നമസ്കാരം. ഹലോ, ഹായ്. തങ്കച്ചനല്ലേ? അതെ, പാലാ തങ്കച്ചൻ. ഇവിടത്തെ പയ്യന്മാരെ നന്നായിട്ട് പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ നിക്കറ കതറാവാത്ത ഭാഗം, അല്ലെങ്കിൽ അതും പോയാൽ. സാരമില്ലെന്നേ, ഇതൊന്നും കാര്യമാക്കണ്ട. എനിക്കിതൊക്കെ ഇവിടെ ആദ്യമാണെങ്കിലും വെളിയിൽ പതിവാണേ. ഓ, പിള്ളേരെ ഓടിക്കാൻ പെട്ട പാട്. സുമുഖനാണല്ലോ. വിവാഹിതനാണോ? അല്ല. തൻ്റേതല്ലാത്ത കാരെടുത്താൽ ഡൈവോഴ്സ് ആയതാണോ? അതുമല്ല. എന്തിനും പരിഹാരമുണ്ട്. ഈ ടാബിൽ നല്ല കളക്ഷൻ ഉണ്ട്, നോക്കിക്കേ. പക്ഷെ ഫോൾഡർ മാറ്റരുത്. മാറിയാ പിന്നെ അത് കണ്ട കെട്ടാനേ തോന്നൂല. കേട്ടോ, കണ്ടാലും പെണ്ണ് കെട്ടിക്കാൻ നടക്കുക. മധുവേ, എന്തോ ഇതാണ് ആ സിംഹം. ഗ്രാമത്തിലുള്ളവരൊക്കെ രാഷ്ട്രീയം പഠിപ്പിക്കാമെന്ന പാലക്കാരൻ. അതെ, ഗണപതി പിള്ളയെ അദ്ദേഹം പറഞ്ഞിട്ട് വന്ന. ഇതെന്താ മോഡേൺ ഡ്രസ്സും തോളയിലൊരു മുണ്ടും വസ്ത്രധാരണത്തിന് മൊത്തത്തിലൊരു ധാരണ പെശക്. ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാൻ ഈയിടെ പൊതുവെ പരിപാടികൾക്ക് പോകുമ്പോൾ അടിയിൽ ഒരു ബെർമൂട കരുതും. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മുൻകരുത്. ഈ പാലാ തങ്കച്ചനെ തോൽപ്പിക്കാൻ ഒക്കുകേല മക്കളെ. വന്നു, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും ഒന്ന് ഓർത്തോ, ഇവിടെ തങ്കച്ചനെ ഇറക്കിയതേ ഈ ഗണപതി പിള്ള തന്നെ. ഇവിടെ രാഷ്ട്രീയം കൊണ്ട് വരികയും ചെയ്യും, ഞാൻ ഭരിക്കുകയും ചെയ്യും. പാടോ, വന്ന് വണ്ടി കയറി. അവന്റെ ഒരു പെരുമാൾ ചേരിയും വസന്തോത്സവവും ഒടുക്കത്ത കൊടിനാട്ടലും എല്ലാറ്റിനെയും ഞാൻ കാണിച്ചു തരാട്ടാ. മേഡം, സാറേ വാഴക്കന്ന് കഴിഞ്ഞ ആഴ്ചയല്ലേ ചേട്ടാ 4-5 വാഴക്കണ്ണ് കൊണ്ടുപോയത്? അതെന്തി? അത് ചെതല് തിന്നു സാറേ. ചെതല് തിന്നോ? ചെതല് തിന്നാൻ വേറൊക്കെ മേടിച്ചു കൊടുക്കട്ടോ. ഇത് കൃഷിക്കുള്ളതാ. വാ, തിന്നത് ചേട്ടനാന്ന് തോന്നുന്നു. എന്നിട്ട് ചെതലിന് കുറ്റവും. ആ പപ്പ വേണ്ട, ശരിയാവില്ല. ആദ്യം വെച്ചില്ലേ ആ മുസ്റ്റാഷ്, മുഖത്തൊരു ടഫ് ലുക്കാ. രണ്ടാമത്തെ എന്താ ആനന്ദ്, ആളുടെ മൂക്ക് ശരിയായില്ല. നമുക്ക് വേറെ ആലോചന നോക്കാം. ഓക്കെ മാഡം, ഞാൻ വേണമെങ്കിൽ മാഡത്തിന് ഈ നാട്ടിൽ ഒരു കിടുക്കാച്ചി പയ്യനെ അറേഞ്ച് ചെയ്താലോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാമേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും സിഗ്നേച്ചർ വാങ്ങണം. എന്റെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത അന്ന് ഞാൻ പോകും ഈ പട്ടിക്കാട്ടിന്ന്. ചൂടും പുകയും പൊടിയും. ആരാത് ട്രാക്ടറിലൊക്കെ? ആ ട്രാക്ടർ ഓടിക്കുന്ന ആളാണ് യഥാർത്ഥ ട്രാക്ടർ. ഈ നാട് മൊത്തം ഉഴുതു മറിക്കുന്ന ആളാ. നമസ്കാരം കാർത്തിയേട്ടാ. ഈ തെയ്യൊന്നും ആർക്കും ഇതുവരെ കൊടുത്തില്ലേ? ആ സുഖല്ലേ കാർത്തിയേട്ടാ? എന്താ? ഈ വർഷം അവസാനം മുതൽ ഓർഗാനിക് ഫാമിംഗ് സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അറിയാലോ അല്ലേ? കാര്യം പറയൂ. മാഡം അത് നോക്കി അവസാനിപ്പിക്കുക, എന്നിട്ട് ഞാൻ പറയാം. അയ്യോ, മാഡം ചില ഭയങ്കരമായ പ്രൊജക്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതിന് വലിയൊരാളുടെ ഒപ്പ് വേണം. എങ്കിലേ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടൂ. അതിന്റെ ചില നോട്ടങ്ങളാ അല്ലേ മാഡം? നിങ്ങൾ എന്താ പറയൂ. അതോടെ കെമിക്കൽ ഫാമിങ്ങും മോഡേൺ ഫാമിങ്ങും അവസാനിക്കുക. അതും അറിയാലോ അല്ലേ? എന്താ ക്ലാസ് എടുക്കാൻ വന്നതാണോ? ഡിഗ്രിയാ. അതിലേക്ക് നാട്ടുകാരെ ഒന്ന് തയ്യാറാക്കണം. എക്സ്പേർട്സ് വന്ന് ക്ലാസ് എടുക്കും. അതിനിവിടുന്ന് ഒഫീഷ്യൽ റിക്വസ്റ്റ് പോകണം. എന്താ ഒരു അത്ഭുതം! ഒക്കെ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഞാനും ആദ്യമായിട്ടാ. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ ഇതൊരു സർക്കാർ ഓഫീസാ, ഇവിടെ ചില രീതികളൊക്കെ ഉണ്ട്. ഓഫീസർമാർ ഉഴപ്പിയാൽ
ഈ നാട്ടിലും ചില രീതികളൊക്കെ ഉണ്ട്. താൻ എന്നെ ത്രെട്ടൻ ചെയ്യാണോ അതോ ഒന്ന് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതോ? അയ്യേ, ഷൗട്ട് ചെയ്ത ആളാവ്. എന്താടോ ദോ ഇയാളെ പിടിച്ച് വെളിയിലാക്ക്. കാർത്തിയേട്ടാ പ്ലീസ്, നമ്മൾ വിവരമുള്ളവർ ക്ഷമിക്ക് കാർത്തിയേട്ടാ. നാട് ആദ്യമായിട്ട് ഈ നാട്ടിലെ പ്ലീസ്. ഇങ്ങനൊരു നാട്. പെണ്ണെ, നാടിനെ പറ്റി പറഞ്ഞാണ്ടല്ലോ കൊഴിഞ്ഞ പല്ല് പോലും അടക്കാത്ത പ്രായം കഴിഞ്ഞു. എന്താ എന്താ കാർത്തി പ്രശ്നം? എന്താനു? ശ്വേത, ഒരു ജോലിക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ട മിനിമം സംഭവം ആ ജോലിയോട് പാഷൻ ഉണ്ടാവലാണ്. അതില്ലെങ്കിൽ ഇതുപോലെ ഓഫീസിൽ വരുന്നതിന് മുമ്പിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കും. അതെ, വൈകുന്നേരത്തിന് മുമ്പ് റിക്വസ്റ്റ് പോകണം. എപ്പോഴേ പോയി? അല്ല, ആ ഫാമിംഗ് ഗ്രാൻഡിന്റെ കാര്യം എന്തായി? ധൈര്യമായിട്ടിരിക്കുക കാർത്തി, ഒക്കെ പോസിറ്റീവാ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് പാഷൻ. കണ്ടുപടി. ആരാള് എന്തായാലും വിചാരിച്ചേ ചുമ്മാ ഷൈൻ ചെയ്യാൻ? ഹേ, ഷൈൻ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാ കാർത്തി. 100% ജെന്യൂൻ. അതെ, വീഡിയോ കൊണ്ടാക്കാൻ ആവശ്യമുണ്ട്, ഗ്രാൻഡ് അങ്ങനെയൊക്കെ. അതാ അത് അയാൾക്കല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിട്ടല്ലേ. ആർക്ക് വേണ്ടിയിട്ടായാലും എല്ലാം കണക്ക് തന്നെ. എന്റെ അനു, നിനക്ക് ഓസ്ട്രേലിയ തന്നെയാ നല്ലത്. സ്റ്റഡി റിപ്പോർട്ടിംഗ് വരട്ടെ. വിത്തിൻ 1 week I'll be in Melbourne. ഒരു മിനിറ്റ്. എന്താടാ? അല്ല അർജുന, നമ്മുടെ കാരണവന്മാർ പണ്ടെങ്ങോ തുടങ്ങി വെച്ച വഴക്കും മത്സരവും. അതിനിടയിലേക്ക് നമ്മുടെ ദേശത്തെ പിടിച്ചിടരുത്. എന്താടാ, ദേശസ്നേഹം നിനക്ക് മാത്രമായിട്ട് പതിച്ചു തന്നേക്കുന്നു? അതല്ല, അത് നിനക്കും ഉണ്ടാവണം എന്നേ പറഞ്ഞുള്ളൂ. നോക്ക്, നീ പാലാ തങ്കച്ചനെയോ അങ്ങനെ ആരൊക്കെയോ കൊണ്ടുവരുന്നു എന്ന് കേട്ടു. പെരുമാൾ ദേശത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പോവാണെന്നും നീ നേതാവാൻ പോവാണെന്നും കേട്ടു. അതേടാ കാർത്തി, നേതാവാകാൻ പോവുക തന്നെയാ. അതിന്റെ സുഖം ഇതുവരെ നീ അനുഭവിച്ചില്ലേ? ഇനി ഞാനൊന്നും അനുഭവിക്കട്ടോ. അർജുന, രാഷ്ട്രീയം നല്ലതാണ്, മഹത്തായതാണ്. പക്ഷേ നല്ല രാഷ്ട്രീയമായിരിക്കണം. ഈ മണ്ണിനെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ. അവരെ കൊടിയുടെ നിറം കാണിച്ച് ഡിവൈഡ് ചെയ്യരുത്. വിയർപ്പ് വീഴുന്നെടുത്ത് ചോര വീഴ്ത്തരുത് അർജുന. അപേക്ഷിക്കുകയാണ്. ഇല്ല, ചോര വീഴ്ത്തണ്ട. എങ്കി നമുക്കൊരു ഡീലിലെത്തിയാലോ? ആ 360 ഏക്കറെ, ആ വടക്കേ പാടത്തിന്റെ കാര്യമേ, അതിൽ നമുക്കൊരു ഡീലിലെത്തിയാല് സംഗതി ഓക്കെ. നോക്ക്, പിന്നെ നമ്മൾ ശത്രുക്കളല്ല, ബിസിനസ് പാർട്ട്നേഴ്സാ. പറഞ്ഞല്ലോ, വമ്പൻ ഓഫറാ കമ്പനി വെച്ചേക്കുന്നേ. നീയും ഞാനും മാത്രമല്ല, ഈ നാടും രക്ഷപ്പെടും. ഈ വെണ്ടയ്ക്കയും വെള്ളരിക്കയും വിറ്റ് വെറും 10-100 മാത്രം കിട്ടുന്ന നാട്ടുകാര് ആയിരങ്ങളിട്ട് കളിക്കട്ടാ. നടക്കില്ലടാ. ഈ നാടിനെ വിറ്റ് കിട്ടുന്ന ആയിരങ്ങളിട്ട് കളിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അവസാനമായിട്ടാണോ? ആദ്യമായിട്ടും അവസാനമായിട്ടും നടക്കില്ല. എന്നാ പിന്നെ കാർത്തിക പെരുമാൾ അദ്ദേഹം ആ BMW ഒന്ന് മാറ്റി, ഇല്ലെങ്കിൽ ചോര ഇപ്പൊ തന്നെ വീണോടക്കും. അപ്പ ആ തങ്കച്ചൻ വന്നില്ലേ? നീ ആ ക്ലാസ്സിലോട്ടൊക്കെ വല്ലപ്പോഴും പോകാറുണ്ടോ? ആ, പിള്ളേരോടും ചോദിച്ചു, കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല പോലും. ഒരുപാട് കാശൊക്കെ ചെലവാക്കി കൊണ്ടുവന്നതാ. വല്ലതും നടന്നാ മതിയായിരുന്നു. അപ്പഴൊന്ന് നിന്ന് തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാനിങ്ങനെ നിനക്ക് വേണ്ടി നിന്ന് കല്ലായി തീരുമെന്നാ എന്റെ പേടി. നമസ്കാരം. വരണ മാഷേ, മാഷിന്റെ കാര്യം പറയായിരുന്നു. മാഷിന് ഇവിടെ കൊണ്ടുവരാൻ പെട്ട പാടേ, എന്നെ സമ്മതിക്കണ്ടേ? എനിക്ക് ഒടുക്കത്തെ ബുദ്ധിയാ. അല്ല, ഈ നാട്ടിലില്ലാത്തത് ആർക്കെങ്കിലും വരുന്നത് നല്ലതാ. ഇരിക്കാം. താങ്ക് യു. ക്ലാസ് ഒക്കെ നന്നായി പോകുന്നു അറിഞ്ഞു. പിന്നെ പിള്ളേർക്കൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും. നല്ല പുരോഗതിയാ. അതൊക്കെ ശരി തന്നെ. ഈ തിരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമല്ല, അത് മറക്കണ്ട. പിള്ളമുതലാളി, എന്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ഈ നാട്ടിലെ അടുത്ത അധികാരി മുതലാളി ആയിരിക്കും. പക്ഷെ അതിന് ഇങ്ങനെ പോയാ പോരാ. എങ്ങനെ പോയാൽ? അതായത്, ഒരു നാട്ടിൽ രാഷ്ട്രീയം പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ മുതലെടുപ്പ് നടക്കണം. രാഷ്ട്രീയ മുതലെടുപ്പ്. അങ്ങനെ വന്നാൽ പ്രശ്നങ്ങൾ താനേ വന്നോളൂ. അവിടെ നമ്മൾ ഇടപെടണം. രാഷ്ട്രീയ ഇടപെടൽ. അങ്ങനെ നമ്മൾ തന്നെ അത് പരിഹരിക്കും. അപ്പോൾ നമ്മൾ നേതാവാകും. നാട്ടുകാർ വിളിച്ചു പറയും, അങ്ങനെ തന്നെ നേതാവേന്ന്. ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഞാൻ കാണുന്നില്ല. നമ്മൾ ഉണ്ടാക്കണം. ഒരു തീപ്പരി ഉണ്ടായാലേ അതിനെ ഊതി ഊതി കത്തിക്കാൻ പറ്റും.
നമ്മൾ ഇനി ആ വഴിക്ക് ചിന്തിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ മകനോളം ഇപ്പൊ ഈ നാട്ടിൽ ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം. ദൈവത്തിനാണ് സത്യം. പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിനിറങ്ങിയാലും ലോക തോൽവി കണ്ടാലറിയാം. അപ്പ എന്നെ കളിയാക്കിയതാണെങ്കിലും കാര്യത്തിന്റെ ഗൗരവമൊക്കെ എനിക്ക് മനസ്സിലായി. ഈ പെരുമാൾ ദേശത്തിന് സമാധാനം ഉണ്ടാവില്ല. അക്കാര്യം ഞാൻ ഏറ്റു. ഭൂമിശാസ്ത്രപരമായി കൃഷിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ് സൗത്ത് കൊറിയ. കുന്നുകൾ, തരിശുഭൂമികൾ. പക്ഷെ ജനങ്ങളുടെ ആവേശം, താല്പര്യം, അതായിരുന്നു അവരുടെ വിജയം. മഞ്ജുവ എന്നൊരു ഗ്രാമമുണ്ട് ബ്രസീലിൽ. അവിടുത്തെ കൃഷിരീതി നമുക്കിവിടെ ഒന്ന് പരീക്ഷിക്കണം. എന്താണെന്നറിയാമോ? ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പറമ്പും പാടവും ജോണിന് 6 മാസത്തേക്ക് വിട്ടുതരും. പകരം ഞാൻ ജോണിന്റെ പറമ്പിൽ അധ്വാനിക്കും. എല്ലാവരും കൃഷിസ്ഥലങ്ങൾ പരസ്പരം വെച്ചു മാറും. അങ്ങനെ അവർക്ക് ഗ്രാമത്തിലെ എല്ലാ മണ്ണിനെയും ഇഷ്ടമാവും. സ്വാർത്ഥതയോ അസൂയയോ ഇല്ല. മണ്ണിനു വേണ്ടി വെട്ടും കുത്തുമില്ല. ഷൈൻ ചെയ്യാ. രാവിലെ ആ ട്രാക്ടറിൽ വന്നപ്പോഴേ ഒരു പൊങ്ങനാണെന്ന് പിടികിട്ടിയതാ. എന്താ ഒന്നും മിണ്ടാത്തെ? കേൾക്കുന്നുണ്ട്. കൃഷി സയന്റിഫിക്കായി പഠിച്ചവനേക്കാൾ അറിവുള്ളവനാണെന്ന് കാണിക്കണം. ചിലരങ്ങനെയാ. ഇപ്പൊ തന്നെ MA-ക്കാരെക്കാൾ വിവരമുള്ളവരാണ് പണ്ടത്തെ 7ാം ക്ലാസ്സുകാരെന്നൊക്കെ പറഞ്ഞെടുക്കുന്നവരുണ്ടല്ലോ. പേർപ്പസ് ആയിട്ട് ആൾ ഇതിവിടെ കൊണ്ടുവച്ചേ എന്നെ കാണിക്കാൻ. എന്റെ അനു, അയാൾ അവിടെ പാടത്തിനടുത്ത് സോളാർ പാനൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നേ. ജനറേറ്റർ ഉപയോഗിച്ച് പൊല്യൂട്ടഡ് ആക്കുന്നൊന്നുമില്ലല്ലോ. അല്ലാതെ നീ ഇവിടെ താമസിക്കുന്ന കാര്യേ അയാളെ ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. മേരി, ഫുഡ് എടുത്തു വെക്ക്. മുതലാളി, കാര്യങ്ങൾ ഏതാണ്ട് മുറുകെ തുടങ്ങി. ഇപ്പൊ രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി അവിടെ എന്തുമാത്രം പയ്യന്മാരാ. അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ വരണം. പെരുമാളിന്റെ മാടമ്പി ഭരണം ഇവിടം കൊണ്ട് അവസാനിക്കണം. ഞാൻ ആ പിള്ളേരെ കണ്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് ആവശ്യം വരും, ഉപകരിക്കും. ഭയങ്കരൻ ബുദ്ധി തന്നെ. ഇവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മുതലാളിയുടെ അച്ഛൻ തന്നെ. മോൻ ബാക്കിയുള്ളവനെ മോനല്ലേ? നമസ്കാരം. ഇന്നു മുതൽ പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? പറയൂ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യ പാഠങ്ങൾ. കറക്റ്റ്. അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏതാണെന്നറിയാമോ? നന്നായി കള്ളം പറയാൻ പഠിക്കണം. കൊള്ളാം. എന്നാൽ മറ്റുള്ളവർ കേട്ടാൽ അത് പരമസത്യമാണെന്നേ തോന്നാവൂ. നെക്സ്റ്റ്, വാഗ്ദാനങ്ങൾ കൊടുക്കണം. ശരിയാണ്. ചെറിയൊരു തിരുത്ത്. ഉളുപ്പില്ലാതെ വാഗ്ദാനങ്ങൾ കൊടുക്കണം. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞങ്ങളുടെ ഈ രാഷ്ട്രീയ പഠന ക്ലാസ് കഴിഞ്ഞാൽ എന്റെ നേതൃത്വത്തിൽ സാറിന് വലിയൊരു ക്യാഷ് പ്രൈസ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഈ ക്യാഷ് നിങ്ങൾ എവിടുന്ന് സമാഹരിക്കും? അത് പിരിച്ചെടുക്കും. എവിടുന്ന് പിരിച്ചെടുക്കും? താൻ കൊടുക്കൂ. അതില്ല. താൻ കൊടുക്കൂ. വെരി ഗുഡ്. ഖജനാവ് കാലിയായിരിക്കുമ്പോൾ നിർലോഭമായി വാഗ്ദാനങ്ങൾ കൊടുക്കാനുള്ള ചങ്കൂറ്റമുണ്ടാവും. അതും ഗുരുവിന്. നീ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞു, ഇനി അങ്ങോട്ട് കേറ്റാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഷ്ട്രീയവും അഭിനയവുമായി നല്ല ബന്ധമുണ്ട്. നവരസങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. തുടക്കത്തിൽ 3 രസം പഠിച്ചാൽ മതി. കരുണം, ഭീവത്സം, ശാന്തം. കരുണം വോട്ട് ചോദിക്കുമ്പോൾ, ഭീവത്സം വോട്ട് നേടി ജയിച്ചാൽ ഉടനെ, ശാന്തം ആരോപണങ്ങൾ നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ശാന്തമായിരിക്കണം. അപ്പോ ശൃംഗാരോ? സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി കയറിയാൽ ഉടനെ നമ്മൾ അത് നമ്മുടെ ഈ രാഷ്ട്രീയ ക്ലാസ് സജീവമാക്കാൻ എന്റെ അസിസ്റ്റന്റ് തമ്പിക്കുട്ടൻ ഭാഗവതർ ഉടനെ ഇങ്ങെത്തും. സഹോദര, ഇരുന്നും കിടന്നും കമിഴ്ന്നും മലർന്നും എല്ലാം നോക്കുന്നല്ലോ. എന്താ വണ്ടിയുടെ ലിംഗനിർണയം നടത്തുകയാണ്? എന്താണെന്ന്? അല്ല, ഈ പുതുവൽ തറവാടിലേക്ക് പോകുന്ന വഴിയൊന്ന് പറഞ്ഞുതരാമോ? ആരാ? മനസ്സിലായില്ല. ഞാൻ ഭാഗവതർ തമ്പിക്കുട്ടൻ. കുട്ടികളെ സംഗീതം പഠിപ്പിക്കാനായിട്ട് വന്നതാണ്. അതിനേക്കാണ് അവധികളിലൊക്കെ കുട്ടികളിലല്ലോ. മാത്രമല്ല പുതുവൽ തറവാട് പിള്ളേരാണ്. അവിടേക്കാണ് എനിക്ക് പോകേണ്ടത്.
എന്നെ അവിടേക്ക് കൊണ്ടുപോകൂ കൂട്ടുകാരാ. അതെ, എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. ദയവ് ഇത് പാട്ട് പാടരുത്. അതിന് ഇതിനു മുമ്പ് താൻ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. അറ്റം മുതൽ കേട്ടോണ്ടിരിക്കുകയല്ലേ. ചെവിക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പരിശോധിപ്പിക്കണം. എന്തിന്? അല്ല, ഇച്ചിരി കേൾവി കൂടുതലാ. അല്ലെങ്കിൽ അവിടെ മുതൽ പാടുന്ന കേൾക്കില്ലല്ലോ. കേറിക്കോ. ആ കേറാം. പാട്ടരുത്. ഇല്ല, പാടില്ല. ഈ വണ്ടിയുടെ പുറത്ത് ചാടി കയറുന്ന പോലെ എന്റെ പുറത്തും ചാടി കയറണം. എന്തിനാ ഏട്ടാ? അല്ല, ഈ പച്ചക്കുതിര ചാടി കയറിയ ഭാഗ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാ. നമ്മുടെ പെരുമാൾ ദേശത്ത് ഇന്നേ വരെ നടക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. രാഷ്ട്രീയം, രാഷ്ട്രീയ ക്ലാസ്, അതും ഒരു കോമാളി സെറ്റപ്പിൽ. വരുത്തന്മാരായിരുന്നു കൂടുതൽ, കാശ് ഇഷ്ടം പോലെ ബാക്കി. നമ്മുടെ ഇടയിൽ നിന്ന് ഷിബുവിനെ ഹുസൈന അവര് പിടിച്ചുകൊണ്ട് പോയി. നമുക്കുണ്ട് രാഷ്ട്രീയം, മണ്ണിനോടുള്ള സ്നേഹം. ഈ കൊടുങ്കാറ്റും ദുരന്തം എല്ലാം ഉണ്ടാവുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇതും അതുപോലൊരു ദുരന്തമായി കരുതിയാൽ മതി, നമ്മളെല്ലാം കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി. പിന്നെ ശേഖരേട്ടാ, ഈ മാവേൽ പൂക്കുന്ന പൂവെല്ലാം മാങ്ങയാവില്ല ആണേ. അതുപോലെ നമ്മളിൽ നിന്നും മാറിപ്പോയവരെല്ലാം പൊഴിഞ്ഞു പോയവരാണെന്ന് കരുതിയാൽ മതി. നമ്മളാണ് ശരിയെന്നുള്ളത് അവര് തിരിച്ചറിയും. ഇന്നലത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി വല്ലാതായി. നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് അതുപോലെ ആയിരിക്കും. നിക്ക് ഇതാ കണ്ട, ഒരാൾക്കൂട്ടം കണ്ട. ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. തങ്കച്ച സാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. മനസ്സിലായോ? അതുകൊണ്ട് ഇടപെടാം. വാ, സമയം. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെട്ടാ പോരെ. ഒറ്റ എണ്ണം തരും. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കണോടാ, ഉണ്ടാക്കി ഇടപെടണം. അതാണ് നമ്മൾ രാഷ്ട്രീയക്കാർ. ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പൊട്ടിമുളച്ചാന്ന് എന്റെ വിചാരം. അതൊക്കെ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ ഉണ്ടാക്കുന്നതാണ്. അതാണ് പരിഹരിക്കാൻ എളുപ്പമാണെന്ന് അവർക്ക് മനസ്സിലായി. അസാധ്യം, അസാധ്യം. നിനക്ക് മനസ്സിലായി. നീ മിടുക്കനാ. നീ ഒരുപാട് മേളിക്കുക. പക്ഷെ ഇതിന് മേളിൽ കയറരുത്. ഒരച്ചാ താഴെ. ഇനി എന്നെ നോക്കിക്കൊണ്ടിരുന്നോ? വായും കൊണ്ട് ഇത്രയും ബുദ്ധിയൊക്കെ സാറിന് ഇതെവിടുന്നായിട്ട്? അതൊക്കെ ഉണ്ട്. ആദ്യം ഭക്ഷണം. ഇവന്റെ മുഖം കണ്ടോ? വിശന്ന് നിൽക്കുക. അതൊന്നും വാ, വേഗം നിക്ക്. അമ്മച്ചി, ഇമാര് വിശന്ന് വരുവാ. പ്രായവും നോക്കത്തില്ല, വരച്ചു തിന്നും. നമസ്കാരം. 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 പയ്യന്മാര് കഴിക്കാൻ വന്ന് എല്ലാം ഉണ്ടല്ലോ. കഴിച്ചാട്ടെ. ഈ പഴം ഇപ്പോഴേ തൂക്കണ്ടായിരുന്നു. പിന്നെ പഴുത്തിന് തൂക്കിയാൽ മതിയായിരുന്നു. ആണോ? ഇനിയിപ്പം വിറകായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും തൃപ്തിയായിട്ട് കഴിച്ചല്ലോ. പിന്നെ മനോഹരമായിട്ട് കഴിച്ചു. വല്ലപ്പോഴുമേ ഇതുപോലത്തെ കച്ചവടം കിട്ടാറുള്ളൂ. ബില്ല് വേണോ മാഷേ? ബില്ലോ? എനിക്കോ? എനിക്കെന്തിനാ ബില്ല്? അല്ല, പൈസ തരുമ്പോ വലിയ എമൗണ്ടിന് ആൾക്കാർ ബില്ല് ചോദിക്കും. അയ്യോ, തങ്കച്ച സാർ പ്രത്യേകം പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞ പയ്യന്മാർ ഇവിടുന്നേ കഴിക്കാവൂ. അപ്പൊ പൈസ? ഇത് പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. എങ്ങനെയാണ് ഒരു സമരം കഴിഞ്ഞ് ഓസിന് ഭക്ഷണം കഴിക്കുന്നതെന്ന് രാഷ്ട്രീയം പഠിക്കുന്ന പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തതാ. എന്റെ പൈസ ഇവിടെ രാഷ്ട്രീയം വലിയ മണ്ണാങ്കട്ടയില്ല. അയ്യോ, അതൊക്കെ ഇവിടെ വരും. അതിനാണ് ഗണപതി പിള്ളയും തങ്കച്ച സാറും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അടുത്ത ക്ലാസ് ബസ്സിന് എങ്ങനെ കല്ലെറിയാം എന്നതിനെ കുറിച്ച്. അതിപ്പം ഇവിടുന്ന് തന്നെ തുടങ്ങണം. അയ്യോ വേണ്ട, ഒന്ന് പോയി തന്നാ മതി. അത് ബുദ്ധി, അങ്ങനെ വേണം. ഓ എടാ ബ്രട്ടാസേ, എന്റെ കാശ് പോയല്ലോടാ. അർജുൻ, നീ ഇവിടെ? ഞാൻ ഇവിടെയാ. 3 ആഴ്ചയായി. നീ ഇതെന്നതാടാ? ഇവിടെയാണോ ജീവിക്കണേ? സമ്മതിക്കണം. എന്താ ഇപ്പൊ ഇവിടെ കൃഷി? ഏയ്, വീഡിയോ ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങളുണ്ട്. അവരാണെങ്കിൽ വല്ലാത്തൊരു ടൈപ്പാ. എന്റെ ഫ്രണ്ടാ വീഡിയോ. വാ, ഞങ്ങൾ ഒരേ വീട്ടിലാ താമസിക്കുന്നേ. നീ കാര്യം പറ, എന്താ ഇഷ്യൂ? ഞാൻ ഏറ്റു. അതല്പം കോംപ്ലിക്കേറ്റഡാ. ഒരു കാർത്തി, അവനാ ഉടക്കം വയ്ക്കുന്നേ. ആ കാർത്തി, ആ കൃഷി എന്നൊക്കെ പറഞ്ഞു നടക്കണേ. അതെ, നിനക്കറിയോ അവനെ? അറിയോന്നോ? ബെസ്റ്റ്. ഹലോ വീഡിയോ ജി. അനു, ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്, അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അറിയാലോ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഡിഗ്രിക്ക് ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചേ. ഞാൻ പറഞ്ഞു വീഡിയോ എന്റെ സ്വന്തം ആളാന്ന്. പറഞ്ഞോടാ, തെക്കേപ്പാടോ വടക്കേപ്പാടോ? അല്ല, പ്ലീസ് അർജുൻ, നടക്കില്ല. ഏയ്, ഇതെന്റെ ഫ്രണ്ട്ഷിപ്പ് വേറെ, ഡ്യൂട്ടി വേറെ. ലാൻഡ് പൊല്യൂട്ടഡ് ആണെന്ന് ഞാൻ റിപ്പോർട്ട് കൊടുക്കില്ല. ഐ എം സോ സോറി. അതാണല്ലോ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടാ ഒരു റിക്വസ്റ്റ് പോലെ വന്നേ. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വടക്കേപ്പാട് ഒഴിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഓഫീസ് ആദ്യം ഒഴിപ്പിക്കാൻ പോന്നേ. JCB കൊണ്ടൊന്ന് കേട്ട് ഞാൻ ഓഫീസറേക്ക് അങ്ങ്. ഒരു കാർത്തി, അവന്റെ കുറെ ആരാധകരും. നായകനെ വീഴ്ത്തി കാണിച്ചു തരാൻ ഞാൻ. ഇല്ല, എത്രയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻസൾട്ട് തന്നെയായിരുന്നു. ഇൻസൾട്ടോ? നിന്നെ സേവ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഈ വടക്കേപ്പാടെന്ന് പറഞ്ഞാലേ, വടക്കേപ്പാടോ ആയാലും തെക്കേപ്പാടോ ആയാലും ശരി, ഈ അഗ്രികൾച്ചർ ഓഫീസർ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ റിപ്പോർട്ട് ചെയ്യും ഇവിടുത്തെ മണ്ണ് നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടെന്ന്. സത്യത്തിൽ നിന്നോട് എനിക്ക് സിമ്പതിയാ.
ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ നിനക്ക്. ഈ കാർത്തി എന്ന് പറയുന്ന അയാളെ കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട, പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നീ അത് കേൾക്കേണ്ടി വരും. കഥ പറച്ചിൽ നിർത്തല്ലേ, കേൾക്കാൻ നല്ല രസമുണ്ട്. വടക്കേ പാട തട്ടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങി. എന്നിട്ട് സംഭവങ്ങളുടെ മർമ്മപ്രധാനമായ ഈ ഭാഗത്താണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം വന്നു കയറുന്നത്. അതാര്? വിൽസൺ പുതുപ്പള്ളി. അതാരാ? നിനക്ക് വിൽസൺ പുതുപ്പള്ളിനെ അറിയത്തില്ലേ? ഇല്ല. ഈ മാധ്യമ പ്രവർത്തനവുമായി നടക്കുന്ന നിനക്ക് മഹാനായ വിൽസൺ പുതുപ്പള്ളിനെ അറിയില്ല? സത്യമായിട്ടും അറിയില്ല. മതി മതി മതി, കഥ പറച്ചിലൊക്കെ മതി. ഹലോ, അത് ആരെന്ന് പറഞ്ഞിട്ട് പോ. പ്രിയമുള്ള പെരുമാൾ ദേശം നിവാസികൾ, ഇന്നത്തെ ദിവസം നമ്മുടെ ഗ്രാമത്തിന്റെ ചരിത്രം തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാമത്തിൽ പാലാ തങ്കച്ചൻ എന്ന ബുദ്ധി രാക്ഷസൻ രാഷ്ട്രീയത്തിന്റെ വിത്ത് വിതച്ചു കഴിഞ്ഞു. ആ വിത്ത് മുളപ്പിക്കുവാൻ വേണ്ടി കുറച്ചു വെള്ളവും കുറച്ചു വളവുമായി ആ മഹാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വെറുമൊരു മഹാനല്ല അദ്ദേഹം. ഷിക്കാഗോയിൽ വെച്ച് ഏതൊക്കെയോ രാജ്യങ്ങൾ തമ്മിൽ നടന്ന സർക് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വാതോരാതെ സംസാരിക്കാൻ പോയി വിമാനത്താവളത്തിൽ നിന്ന് നേരെ ജനലക്ഷങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തുറന്ന വാഹനത്തിൽ പുതുപ്പള്ളി വിൽസൺ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളി വിൽസൺ തുറന്ന വാഹനത്തിൽ ജനലക്ഷങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ. ഒരു പടക്കേ ഉള്ളൂ. ടയർ വെടി തീർന്നതാ. എന്തുവാടാ? പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ. അഭിവാദനങ്ങൾ കേട്ടോ. നമസ്കാരം ചേട്ടാ, സുഖാണല്ലോ അല്ലേ? അല്ലെങ്കിലോ? വേണ്ടായിരുന്നു. ഇതെന്നെ ഒരു ചുമല കമ്മ്യൂണിസ്റ്റ് ആണോ? വിളിച്ച പാടാ, പക്ഷെ ഇപ്പൊ ഇത്തിരി പാടാ. ഒത്തിരി പാടാ. പോടാ. മെല്ലെ. ഹലോ ഹലോ. റെസ്പെക്ടഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നല്ലേ? ലേഡീസ് ഉണ്ടാവുമ്പോൾ നിന്നെ പോലുള്ള ജെന്റിൽമാൻമാർ അവിടെ വന്ന് നിൽക്കുമല്ലോ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 16 അടിയന്തര സ്വഭാവമുള്ള യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 16 അടിയന്തര സ്വഭാവമുള്ള യോഗങ്ങൾ. അങ്ങനെ. ഇതിനിടയിൽ ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു കുടുംബശ്രീ യൂണിറ്റിന്റെ പേരിലുള്ള ജൈവ കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനത്തിൽ കൂടി ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ച് എന്നെ ഒരു മൂർഖൻ കൊത്തുകയും ചെയ്തു. അല്ല, ജൈവത്തോട്ടമാണല്ലോ, അതിന് വിഷം ഉണ്ടായിരുന്നില്ല മൂർഖനെ. എന്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്റെ തൊണ്ടയ്ക്ക് വയ്യ, ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെയും എന്റെയും വിലയേറിയ സമയം കളയുന്നില്ല. ഒന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടണേ. പ്രശസ്ത ജർമ്മൻ സാഹിത്യകാരനായ നിക്കോളാസ് കേജ് അദ്ദേഹത്തിന്റെ അനോട്ടേഷൻസ് ആർ ദ മിയർ ബോധറേഷൻ ഓഫ് നേഷൻ എന്ന പുസ്തകത്തിൽ പഠിക്കണമായിരുന്നു. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൽ പറയുകയുണ്ടായി, രാഷ്ട്രീയ ചിന്താഗതികൾ കടന്നു ചെന്നിട്ടില്ലാത്ത നാട്, അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവങ്ങൾ വെച്ചു പുലർത്താത്ത വ്യക്തിത്വങ്ങൾ, ഇതെല്ലാം മൃഗങ്ങൾക്ക് തുല്യമാണ് എന്ന്. ശ്രീ ഗണപതിയുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് രാഷ്ട്രീയ ചിന്താഗതികള് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏത് നിമിഷവും നമ്മുടെ നാട്ടിലേക്ക് അവൻ കടന്നു വരിക തന്നെ ചെയ്യും. അവന്റെ വരവിലൂടെ അല്ലാതെ നമുക്ക് മറ്റൊരു രക്ഷയില്ലെന്നുള്ളതാണ് സത്യം. ഗ്ലോറി പ്രൈസ് ദി ലോർഡ്. അവന്റെ വരവിന് വേണ്ടി ഈ സമയത്ത് എല്ലാവരും നമ്മളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവിൻ സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കുവിൻ. മുടി നീട്ടിയ സഹോദരന്റെ പാപങ്ങൾ പോട്ടെ, കൈകൾ തട്ടുവിൻ. അവന്റെ വരവിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ആൾക്കാരുണ്ട്, എന്റെ പാപങ്ങൾ പോക്കുവാൻ ആൾക്കാരുണ്ട്. Come on, come on everybody. നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവിൻ. Praise the Lord. നീ പാസ്റ്റർ ആണല്ലേ? ഗ്ലോറി. എന്ത്? സോറി. അപ്പൊ പാലാ തങ്കച്ചനാണ് പാസ്റ്ററായിരുന്ന വിൽസൺ പുതുപ്പള്ളിയെ രാഷ്ട്രീയത്തിലിറക്കി ഈ നാട്ടിൽ കൊണ്ടുവന്നത് അല്ലേ? അല്ല, പാലാ തങ്കച്ചൻ കാണുമ്പോ ഇയാള് പാസ്റ്റർ ആയിരുന്നേ ഇല്ല. പിന്നെ AR റഹ്മാനെയും ഇളയരാജയും പോലെ സംഗീതം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു മ്യൂസീഷ്യൻ.
കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. കച്ചറ കാട്ടി 2 കിഡ്നികളാണ് സുഹൃത്തുക്കളെ തകരാറിലായിരിക്കുന്നത്. കച്ചറ കാട്ടി നടക്കും, കിച്ചറ കാട്ടി വേടക്കായി. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി 2 കിഡ്നികളാണ് സുഹൃത്തുക്കളെ തകരാറിലായിരിക്കുന്നത്. കച്ചറ കാട്ടി നടക്കും, കിച്ചറ കാട്ടി വേടക്കായി. കിഡ്നിയുടെ കുഴപ്പം കൊണ്ട് നടു ഒടിഞ്ഞു. വേദന കൊണ്ട് അദ്ദേഹം പുളയുകയാണ്. കൈക്കോട്ടും കൈക്കോട്ടും കണ്ടിട്ടില്ല. ഇത് ഞാനല്ലയോ? സാറേ സാറേ സത്യം പറയടാ സാറേ, ഞാനൊരു പാവാ സാറേ. എവിടെ നിന്ന് കിട്ടി എന്റെ ഫോട്ടോ? സാറേ, ഞാനൊരു സ്റ്റുഡിയോ ഒന്ന് കട്ടെടുത്തതാ. വേറെ ആരുടെയും ഫോട്ടോ കിട്ടിയില്ല നിനക്ക്? വേറെ ആർക്കും കിഡ്നി പോയ എന്റെ ചായ ഇല്ല സാറേ. എടാ, സാറേ, അങ്ങനെയല്ല സാറേ, ഞാൻ പറയാം സാറേ. പിന്നെ എങ്ങനെയാ? ആൾക്കാർക്ക് പൈസ തരാൻ തോന്നണ്ട സാറേ. സാറിന്റെ മുഖത്തുള്ള ആഡിത്തം, മനുഷ്യത്വം, ലാളിത്യം, തേജസ്, സൗന്ദര്യം, ഇതൊക്കെ കൊണ്ടല്ലേ സാറേ ആൾക്കാർ പൈസ തരുന്നത്. ഇതൊന്നും വേറെ ആർക്കും ഇല്ലേ? വേറൊരൊറ്റ മനുഷ്യനില്ല. ബൈ ബർത്താ. ഓക്കെ സാറേ, താങ്ക് യു സാർ. സാറേ, എന്റെ പൈസ എടുക്കരുത് സാറേ. എന്റെ പേര് പിരിച്ച പൈസ അല്ലേ? ഇത് എന്റെ കയ്യിലിരിക്കും സാറേ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് പാടി ഉണ്ടാക്കിയ പൈസ. പാടി പൈസ ഉണ്ടാക്കാൻ നീ ആരാ? യേശുദാസ? പോടാ, മേലാൽ ഈ വക ഉടായ്പകളായിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ. പോടാ പോടാ. കാശ് സാറേ. പോവാനല്ലേ പറഞ്ഞു? പോടാ. നിക്കണം. എടാ, നിനക്കിവിടെ പൈസ കിട്ടുന്ന കാര്യമാ. ഇവിടെ വാ, ഇവിടെ വാടാ. നിനക്ക് പ്രസംഗിക്കാൻ അറിയോ? കാശ് കിട്ടുവാണെങ്കിൽ എന്ത് നാരത്തരവും ഞാൻ ചെയ്യും. അതെനിക്കറിയാം. സാറിന് എന്ത് വേണം? സാധാ പ്രസംഗം മതിയോ അതോ തീപ്പൊരു പ്രസംഗം വേണോ? ഓരോന്നിനും ഓരോ റേറ്റ് ആണേ. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. 20 രൂപയോ? ഇത് സാധാ പ്രസംഗത്തിനുള്ളതേ ആയുള്ളൂ. അല്ല, ഇന്നു മുതൽ ഇത് തീപ്പൊരി പ്രസംഗത്തിന്റെ റേറ്റ് ആണ്. ആര് ഫിക്സ് ചെയ്തു? ഞാൻ ഫിക്സ് ചെയ്തു. എന്ന് മുതൽ? ഇന്നു മുതൽ. അഥവാ 20 രൂപയ്ക്ക് ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലോ? നിന്റെ ഫോട്ടോ വെച്ച് നിന്റെ കിഡ്നി പോയെന്ന് പറഞ്ഞു നീ തന്നെ വീൽ ചെയറിലിരുന്ന് പാടേണ്ടി വരും. പ്രസംഗിക്കാം, അതാ നല്ലത്. നമ്മുടെ പടവലവും വെള്ളരിയും മത്തനും കൂടി 12 ലോഡാ പൊള്ളാച്ചിയിലേക്ക് ചോദിച്ചേ. പറഞ്ഞ കാശ്. പക്ഷെ പതിവുകാർക്ക് ലോഡ് കുറച്ചിട്ടുള്ള കാശ് വേണ്ടെന്ന് ഞാനും പറഞ്ഞു. അത് നന്നായി. പിന്നെ കൊച്ചിയിലേക്കും ഗോപാലപുരത്തേക്കുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അതെ, അടുത്ത ആഴ്ച ഡൽഹിയിൽ നിന്ന് ഒരു ടീം വരുന്നുണ്ട്. നമ്മളെ കുറിച്ച് പഠിക്കാനാ. എന്ന് വെച്ചാ നമ്മുടെ കൃഷിയെ കുറിച്ച് പഠിക്കാൻ. കൃഷിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ കൃഷി ചെയ്ത് തന്നെ പഠിക്കണമെന്ന് ഞാനും പറഞ്ഞു. എന്തായാലും ഒന്ന് പഠിച്ചു പോട്ടെ അല്ലേ? അതെ. നമ്മളെ പഠിപ്പിക്കാൻ പറ്റിയ പാർട്ടി വരണം. കുഴിയുണ്ട് മാഡം. അത് ഈ ചാണാത്തിന്റെ മണം. അതാ എത്ര നാറ്റം. ഈ പിയുടെ ജോലി കിട്ടിയില്ലായിരുന്നു ഇപ്പൊ അവിടത്ത് കിടന്ന് പണിയെടുത്ത് ചത്തേനെ. അയ്യോ, മനുഷ്യനെ കൊന്നേനെ. അതെ, എല്ലാവരും ഈ പണിയൊക്കെ ഒരു 5 മിനിറ്റ് നിർത്തിക്ക്. മാഡത്തിന് ഈ പൊടിയൊക്കെ അലർജിയാണേ. ഈ മണ്ണും പൊടിയൊക്കെ അലർജി ഉള്ളവരെ കാണുന്നത് ഞങ്ങൾക്കും അലർജിയാ. You purposely did it. അതെ, ഗസറ്റഡ് ഓഫീസറാ. 35,000 to 55,000 സ്കെയിൽ ഓഫ് പേ. 3 ഡിഗ്രി. 3 ആണോ മാഡം? 3 ആണോ അതോ 4 ആണോ? ഇയാള് കാര്യം പറ. ഓ പ്ലീസ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ഇവിടുത്തെ കൃഷിക്കാര്യങ്ങളിൽ ഇവിടുത്തെ കൃഷി ഓഫീസർ സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്നും കൃഷി ഓഫീസർ ഉപദേശപരമായി ഇവിടുത്തെ കൃഷി അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെന്നും ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് അയക്കണം. അതിന് ഇവിടുത്തെ കർഷകർ ഒരു ഒപ്പ് വേണം. ഒരു ഒപ്പിട്ട് ചേട്ടാ. കണ്ടാ, അവർക്ക് സന്തോഷായി. ആഹ്ലാദത്തോടെ ചിരിക്കണേണ്ട. അതെ, ഇത്രയധികം ശമ്പളം വാങ്ങുന്ന മാഡത്തിന് മുമ്പിൽ വെച്ച് ചിരിക്കാൻ പാടില്ല. മാഡത്തിന് ദേഷ്യം പിടിക്കും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുന്നൊന്നും കരുതണ്ട. ഒപ്പില്ലാതെ റിപ്പോർട്ട് അയക്കാനും എനിക്കറിയാം. പിന്നെ മാഡത്തിന്റെ അത്ഭുത സിദ്ധികളൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അരിയില്ലാതെ ചോറ് വെക്കുക, പ്ലാവിന്റെ മുകളിൽ നിന്ന് മാങ്ങ കായ്പിക്കുക, അങ്ങനെ എന്തെല്ലാം അല്ലേ? റിപ്പോർട്ടിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അതെ, ഞങ്ങളുടെ ആകൂടിയുള്ള ഒപ്പാ ഈ നിക്കണ കാർത്തിയേട്ടൻ. എന്നെ തോപ്പിച്ചു കളയാൻ പറ്റുന്നൊന്നും വിചാരിക്കണ്ട. അതെ, മത്സരിച്ച ഇനങ്ങളെല്ലാം ട്രോഫി മേടിച്ചിട്ട് ഞങ്ങളുടെ മാണം പോയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച ഈ കൃഷിയൊക്കെ പെർമനന്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ജോണേ, ഞാൻ മിക്കവാറും ഈ കൊച്ചിനെ കെട്ടും. എന്താ 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 ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം? ഒരു വനിതയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നമസ്കാരം, ഞാൻ വിൽസൺ പുതുപ്പള്ളി. ഈ വിൽസൺ പുതുപ്പള്ളി ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ വീഴാൻ അനുവദിക്കില്ല. ഒരു പുരുഷന്റെ പല്ല് വീഴുന്നതിൽ കുഴപ്പമുണ്ടോ? അത് കുഴപ്പമുണ്ട്. കുട്ടി ധൈര്യമായിട്ടിരിക്കെ,
അനീതിക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നാലും ഞാൻ സഹായിക്കും. മോനെ, ഈ കുട്ടിയോട് സോറി പറ. മാപ്പ് പറയാൻ. സോറി പറയടാ. സോറിയോ? ഞാൻ സോറി പറയണോ? നീ ഒക്കെയാണോ പ്രതികളുടെ ചാനലാണ്? ഞാൻ പഴയ കളരിയാണ് പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് ഈ വെള്ള ഷർട്ട് ചുളുങ്ങി അമ്മ അലക്കിയും തരൂല തേച്ചും തരൂല. അതുകൊണ്ടാ പ്ലീസ്. ഇവനെ നമുക്ക് എവിടം തൊട്ട് അറ്റം വരെ അവൻ കിളക്കട്ടെ. സുഹൃത്തുക്കളൊന്നും മാറിയത്. ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. കൃഷിയെ പറ്റിയാ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. പ്ലീസ് 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 പ്ലീസ്. പെങ്ങളെ എല്ലാവരും തമാശയായിട്ട് കരുതിയാൽ മതി കേട്ടോ. കിളയ്ക്കാൻ തന്നെ വന്നേ. അത് ഈ കിളയല്ല. ഇതിന്റെ വില അറിയാത്തോണ്ട് ഇപ്പൊ ഇവന്മാരൊക്കെ നിന്റെ കൂടെയാ. ഈ വിൽസം പുതുപ്പള്ളി ആരാന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഈ എക്കൽ മണ്ണിൽ ബോഡോ മിശ്രിതം കലക്കണം. സോറി പറയാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ പട്ടികളെ കൂടെ നീയൊക്കെ പറഞ്ഞു കുഴിക്കാതിരുന്ന തവള ഷഡ്ഡി ഇല്ലാത്തത് കണ്ടോ? എന്തോ ബ്രൗൺ ലുങ്കി എടുത്ത് കേട്ടാ വഴിന്ന് മാറിയേക്ക്. തങ്കച്ചൻ സാറ് ധൈര്യമായിട്ടിരി. അവിടുത്തെ കാര്യങ്ങളിൽ അങ്ങ് വ്യാപൃതനായിക്കോ. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അത് ഇവൻ ഇന്ന് എന്നെ ഒന്ന് കിളപ്പിക്കാൻ നോക്കി. ഇല്ലില്ല, ഒന്നും നടന്നില്ല. എന്റെ ശരീരം വേർക്കണമെങ്കിലേ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കണം. എന്തെങ്കിലും ആവട്ടെ, നീ എന്റെ മാനം കളയരുത്. ഞാൻ വരുന്നത് വരെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാക്കണം. ഓക്കെ 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 ഓക്കെ. സാറ് പറയുന്നത് കുറച്ചു ദിവസത്തെ ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ നോക്കണമെന്നാ. ആയിക്കോട്ടെ. അതിന് ഫുള്ളുണ്ടോ? എന്താ? അത് ശരി. അപ്പൊ ഫുള്ളും പൈന്റും ഒന്നും തിരിച്ചറിയത്തില്ലേ? കുപ്പി ഇറക്കേണ്ടി വരുമെന്ന്. രാഷ്ട്രീയത്തിൽ കുപ്പി ഒരു അവിഭാജ്യ ഘടകമാണ്. അല്ല, അതിപ്പോ ഞങ്ങളുടെ കാരണവന്മാരൊരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ പണ്ട്. ഈ നാട്ടിൽ മദ്യം കയറ്റാൻ പാടില്ലെന്ന്. ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടേ? എന്നാ പിന്നെ ശരി, യാത്രയില്ല. വിവരമില്ലാത്ത കൊച്ചു മുതലാളി അറിവില്ലാതെ പറഞ്ഞു പോയതാ. നമുക്ക് മദ്യം ഒഴുക്കാം. ഒഴുക്കാന്ന് പറ. പോവല്ലേ സാർ? ഈ അധ്വാനിച്ച് സമ്പാദിക്കുന്നവരൊക്കെ പൊതുവേ ഇച്ചിരി നിഷ്കളങ്കരായിരിക്കും. അവരുടെ നിഷ്കളങ്കത പോകണമെങ്കിൽ മദ്യം തന്നെ ചെല്ലണം, ഒപ്പം കാശും. വിയർത്ത് സമ്പാദിക്കുന്നവനെ വെറുതെ ഇരുന്ന് സമ്പാദിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. ഒക്കെ റെഡിയാക്കാം. എന്നാ കൊള്ളാം. പെരുമാൾ ദേശക്കാരെ മുഴുവൻ എന്റെ പുറകിൽ കൊണ്ടുവരണം. വരും. ആ കൃഷി ഓഫീസറും കാർത്തിയും തമ്മിൽ ചെറുതായിട്ടൊരു വഴക്കുണ്ട്. ആ വഴക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഭയങ്കരം തന്നെ. കേശവൻ, പരമേശ്വരൻ, കറക്റ്റ് പരമേശ്വരൻ്റെ ഒപ്പ്. എന്തിനാ മാഡം നമ്മൾ ഇത്ര ഒപ്പ് ശേഖരിച്ച് അയക്കണത്? എന്റെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഒപ്പ് വേണം. ഒരു പുലിയാ രാഹുലെ ആ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യണ്ടേ? എന്നാൽ എനിക്ക് ഈ നാട് വിടാൻ പറ്റൂ. ലോകത്തിലെ ടോപ്പ് 10 അഗ്രികൾച്ചറൽ പ്രൊഫസേഴ്സിൽ ഒരാളാ. ഫ്ലോറിഡയിലും ബ്രസീലിലും ഒക്കെ വിസിറ്റിംഗ് പ്രൊഫസറാ. യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് എന്റെ റിപ്പോർട്ട് അയച്ചേക്കണെന്ന് ഇപ്പോഴാണ് ഇൻഫോം ചെയ്ത്. സാറിന്റെ പ്രൊഫൈൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും പാര വെക്കാനുള്ള പരിപാടിയാ. എവിടെയാന്ന് പറ. ഇതാ പാടത്തുണ്ട്. ഞണ്ടിനെ കണ്ടിട്ടാണോ? കൃഷിഭവൻ ഓഫീസർ ആള് കൊള്ളാലോ. അത് ഇറ്റ്സ് യു അല്ലേ? കെ.ആർ. പെരുമാൾ, വേൾഡ് റാങ്കിങ്ങിൽ 5ാമത്തെ ആൾ. ഇയാൾ എന്തായി പറയുന്നേ? റാങ്കിങ്ങോ? ആർക്ക്? ഇറ്റ്സ് യു. ഉറപ്പാ, അത് നിങ്ങളാ. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ അഗ്രികൾച്ചറൽ പ്രൊഫസർ അല്ലേ നിങ്ങൾ? ഐ മീൻ സർ.
വിസിറ്റിംഗ് പ്രൊഫസറോ? ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ല, ഫ്ലോറിഡ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസർ KR പെരുമാൾ. ഓ അതോ, ഇയാൾ കേട്ടിട്ടില്ലേ? ഈ ലോകത്ത് ഒരേ മുഖച്ഛായുള്ള 7 പേര് കാണുന്ന. അത് ചിലപ്പോൾ 10 or 15 ആവാം. ഇയാളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് ടെക്നിക്കലി കൊള്ളാം, പക്ഷെ അതിൽ പാഷൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. അതെവിടേക്കാണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താനത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ സൈൻ ചെയ്യാം. സോ എക്സൈറ്റഡ്. സത്യം പറഞ്ഞ ഈ നാട്ടുകാർ എത്ര ലക്കിയാ, ഞാൻ എത്ര ലക്കിയാ. വെറും കളിമുണ്ടും നാടൻ ഷർട്ടും. എത്ര സിമ്പിൾ ആയിട്ടാ പ്രോജക്റ്റിനെ റിവ്യൂ ചെയ്തിട്ടുള്ളത്. അയ്യോ, ഞാൻ എന്തൊക്കെയാന്ന് പറഞ്ഞേ? ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു. തനിക്ക് വിവരമുണ്ടോ എന്ന് ചോദിച്ചു. ഷൈൻ ചെയ്യാണോ എന്ന് ചോദിച്ചു. പിന്നെ പോലീസിനെ കൊണ്ട്. അയ്യോ പ്ലീസ് പ്ലീസ് മതി, എനിക്ക് കേക്കണ്ട. പറയൂ ദാമോദർജി. പറയണം അനു ദാമോദർജി. എന്താ? Shall I call you now? കാർത്തിക് സർ. എനിക്ക് ഹലോ. പറയണം ഓഫീസർ, ഭക്ഷണമൊക്കെ കഴിച്ചോ? സർ, ഐ എം റിയലി സോറി. മാപ്പ് ചോദിക്കുക. ആരാ എന്താന്നൊക്കെ അറിയാതെ സാറിനെ പോലെ ഒരു വലിയ ആളെ ഞാൻ എന്തൊക്കെയോ. വലിയ ആൾക്കാരെ അല്പം ഹേർട്ട് ചെയ്താലും സാരമില്ല, പക്ഷെ സാധാരണക്കാരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഗ്രേറ്റ് വേർഡ് സർ. ഷുവർ സർ, ഉറപ്പാ. ഞാൻ ഇത് എന്തായാലും ഫോളോ ചെയ്യും. സർ ഇടയ്ക്കൊക്കെ ഒന്ന് ഓഫീസിൽ വരണം. ഷുവർ. അത് ഞങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷമായിരിക്കും, മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ മോട്ടിവേഷൻ അല്ലേ ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ പാടത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നോട് പാടത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇന്ന് മേരിക്ക് അവധി, പാചകം ഒക്കെ എന്റെ വക. ഓക്കെ ഓക്കെ. നിന്റെ കൃഷി ഓഫീസർ പേടിച്ച് നിൽക്കല്ലേ? അവൾക്ക് എന്തായാലും ഒരു ഓഫീസറായി എന്നുള്ള ഫീൽ വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. പക്ഷെ ഓഫീസിന്റെ കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി അതിന്റെ ആവശ്യമുണ്ടോന്ന് അറിയില്ല. പാർട്ടി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നിരിക്കുകയല്ലേ. നല്ല രാഷ്ട്രീയം വന്നാൽ നല്ല മാറ്റങ്ങളും വരുവിടാ. അത് നല്ല രാഷ്ട്രീയം വന്നല്ലേ അച്ഛാ. ഇവിടെ വെള്ളം അടിച്ചു കുടിച്ച് നടക്കുമ്പോൾ എങ്ങനെ നല്ല രാഷ്ട്രീയം വരാനാ? മാത്രമല്ല പട്ടിണിയിടുന്ന നമ്മുടെ ആൾക്കാർ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുമെന്നാണ് എൻ്റെ പേടി. നമ്മളെന്തായാലും പോസിറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നു. നീ പറഞ്ഞോ, അച്ഛ ഉണ്ട് കൂടെ. രണ്ടു നാലു ദിനം കൊണ്ടോരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. സ്കൂളിൽ പഠിച്ചതാ പൂന്താനത്തിന്റെ ആനപ്പാപ്പാന. അല്ല എന്തൊരു ഫിലോസഫിയാ ഇത്രയും നാളു മുമ്പ് എഴുതിയിട്ടും. ശരിക്കും ഇതല്ലേ തങ്കച്ചൻചാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നിലച്ചിരിക്കാതെ പാർട്ടിയിൽ നിന്ന് സീറ്റ് കിട്ടുക, സ്ഥാനാർത്ഥിയാവുക. തങ്കച്ചൻ സാറൊക്കെ ബിസിയായി പോയേ. ഇനിയിപ്പോ കാർത്തിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മളിക മുകളേറിയ കാർത്തിയുടെ തോളിൽ മാറാപ്പുകേറ്റുന്നത് നമ്മളൊക്കെ തന്നെ. അവന്റെ കണ്ണിൽ ഓറഞ്ചിന്റെ തൊലിയെടുത്ത് ഒറ്റ ചീറ്റ് വെച്ച് കൊടുക്കണം. കണ്ടു കണ്ടങ്ങിയിരിക്കുന്ന പുള്ളിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും. ചെയ്തോട്ടോ, ഈ വരൾച്ച ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നാട്ടുകാർ വെള്ളം ഇറങ്ങാണ്ട് ചാവട്ടോ. വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ 2 കുപ്പി വെള്ളം എടുത്ത് വെച്ചില്ലേക്ക്. എന്താ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ ശരിക്കും പറഞ്ഞാൽ സഹതാപമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പറമ്പിലും ചെളിയിലും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഷ്ടം. അതിന് നല്ല കൂലി കിട്ടുന്നുണ്ടല്ലോ. നല്ല കൂലി എത്ര കിട്ടും? 750-800. 8-10 മണിക്കൂർ ഈ വെയിലത്തും പാടത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് 750-800 കുണുവ അല്ലേ? ഒറ്റ മണിക്കൂർ. ഇതിൻ്റെ 1/4 അധ്വാനം.
1000 രൂപ വെച്ച് തന്നാലോ? ചേട്ടനേക്ക് വന്നേ. ചേട്ടൻ വാ. കള്ളിന് കള്ള്, കഴിക്കാൻ ബിരിയാണി. നടക്കണ കാര്യമാണെങ്കിൽ പറ സാറേ. ഇതങ്ങോട്ട് പിടിച്ചേ. വേണ്ട വേണ്ട. ചേട്ടൻ പിടിക്കേട്ടാ. ചേട്ടാ പിടി. ചേട്ടാ പോക്കറ്റിലോട്ട് ഇതങ്ങോട്ട് വെച്ചേ. എന്നാ എന്തേ പിടിച്ചേ. താ പിടി. ഇത് അഡ്വാൻസാ. ഇപ്പൊ വിശ്വാസമായല്ലോ. എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ. ഇങ്ങ് വാ. ചിന്തിക്ക് കേട്ടോ. എടാ മാനെ AC ഒക്കെ ഇട്ടിട്ട് കൊടുത്തേ. കൃഷിക്കാരുടെ ഉള്ളൊക്കെ ഒന്ന് തണുത്തിട്ട് കൃഷിക്കപൂറിനെ പോലെ ആയിക്കോട്ടെ. ഇങ്ങ് വന്നേ. ഇത് തുറക്കാവുന്നതാ. ഇതിനകത്തോട്ട് ചേട്ടൻ അതിനായിട്ട് കയറിയിരുന്നേ. ചേട്ടാ വിപ്ലവകാരി ചിന്തിക്കേട്ടോ. വിരല് വിളിങ്ങി പോവല്ലേ. കാലത്തോട്ട് ഒരു തൊഴുത്തിന്റെ പണം. വണ്ടി വിട്ടു. സേതു അവരെവിടേക്കാ പോകുന്നത്? അതോ അവന്റെ കൂടെ? അറിയില്ല. എന്തോ കാശൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് പോകുന്നുണ്ടോ? കാശോ? കാർത്തിയേട്ടാ, നമുക്ക് ആ വിൽസിനെ പിടിച്ചിട്ട് പൊട്ടിച്ചാല. ആരാ കരയുന്നേ? അത് കരച്ചിലൊന്നുമല്ല. ആരോ അവിടെ. ആനന്ദ്, ജോസഫേ. കാർത്തിയേട്ട, ഈ അർജുന സാർ ആളൊരു സംഭവം. ചേട്ടന്റെ പാടം കമ്പനിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലാഭം. അവിടുത്തെ കള്ളും മേടിച്ചു കുടിച്ച് നീ വെറുതെ കാർത്തിയേട്ടോട് ചോര വീഴ്ത്തും. എന്റെ ചോര വീഴ്ത്തടാ. വേണ്ട വേണ്ട. വന്നേക്കാണ് നാട് നന്നാക്കാൻ. നമ്മളോടാ കളി. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഓരോരുത്തരെ വഴിതെറ്റിപ്പിക്കാൻ. മോളെ, വസന്തോത്സവം വന്നാൽ ഒരാഴ്ച അവധി കാണൂ കുഞ്ഞെ. വസന്തോത്സവോ? ഹാ, ഇവിടുത്തെ വിളവെടുപ്പ് ഉത്സവ. പാട്ടും ഡാൻസും മേളം ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഞാനിവിടെ ചാർജ് എടുത്തതിന്റെ അന്നായിരുന്നു. KR പെരുമാളായിരുന്നു ഡാൻസ് ഒക്കെ ലീഡ് ചെയ്തത്. ഡാൻസ് ചെയ്തുന്നോ? കാർത്തി സാറോ? സാറോ? പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടില്ലേ ഈ നാട്ടില് കാർത്തിന്ന് മതിന്ന്. എല്ലാവരുടെയും കാർത്തിയായിട്ടാ ഇവിടെ ആള്. ഇതൊന്ന് കണ്ടു നോക്കിയേ. ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവരൊക്കെ വരും. മത്സരങ്ങളൊക്കെ ഉണ്ടാവും. ഓ നശിപ്പിച്ചു. എന്റെ മണി ആദ്യം ആസല്ലേ ഇടേണ്ടത്. അതെ ചൂടാവല്ലേ. ഈ ഇരിക്കുന്ന ആള് നീയും ഒക്കെ കളി പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. തെറ്റിയല്ലേ പഠിക്കുന്നത്. അതെ. വെള്ളം കുടിക്കാതെ നീന്തൽ പഠിക്കാൻ പറ്റുമോ? അതില്ല. ഇനം കയ്യിലുണ്ടെങ്കിൽ അത് ഇറക്കരുത്. കരുതി വെക്കണം. സൗകര്യം കിട്ടുമ്പോഴേ തള്ളിവിടാവുള്ളൂ കേട്ടോ. നാളെ തൊട്ട് ഞാൻ നിങ്ങളെ കാശ് വെച്ച് ചീട്ട് കളിക്കാൻ പഠിപ്പിക്കാം. അതാവുമ്പോഴേ ഒരു രസം ഉണ്ടാവുള്ളൂ. എന്നിട്ട് വേണം കുറച്ച് കാശുണ്ടാക്കാൻ. ഇപ്പൊ ഇവിടെ രാഷ്ട്രീയം വന്ന സ്ഥിതിക്ക് പുറകെ തന്നെ ഹർത്താലും പണിമുടക്കും ഒക്കെ വരും. അങ്ങനെ ഒരു പണിമുടക്ക് ദിവസം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് എനിക്ക് കിട്ടേണ്ടത്. വെറുതെ പണിയെടുത്ത് സമ്പാദിക്കാൻ നമ്മൾ ബംഗാളിയോ തമിഴന്മാരോ അല്ല, മലയാളികളാണ്. ആളെ പറ്റിച്ച് സമ്പാദിക്കാൻ പഠിക്കണം. കാർത്തിയേട്ടൻ വരുന്നു. നിങ്ങളൊക്കെ നമ്മുടെ പാർട്ടിയുടെ കരുത്തന്മാരായ പോരാളികളാണ്. നാളെ MLA-യോ MP-യോ മന്ത്രിയോ ഒക്കെ ആകേണ്ടവര്, നമ്മുടെ രാജ്യം ഭരിക്കേണ്ടവര്. അങ്ങനെയുള്ള നിങ്ങള് ഒരാളെ കാണുമ്പോ പേടിച്ചെണീറ്റ് മൂത്രമൊഴിച്ച് മുട്ടുമടക്കി നിൽക്കാനാണെങ്കിൽ പിന്നെ എന്താ കാര്യം? കളിക്കണ്ട, പൊക്കോ. അല്ല, അവര് പൊക്കോട്ടെ. എന്താ? അല്ല പോണ്ട, കളിക്ക്. നല്ല കളി പഠിക്കാൻ പറ്റും. നീ നേരത്തെ ഗുലാനെടുത്ത് കൈ പിടിച്ചിട്ട് ഇരിക്കെ. എന്തോ ഈ കളിയിൽ ജോക്കറിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ജോണേ, വിനയ, നാളെ 8 കണ്ടങ്ങളുടെ വരമ്പ് പിടിക്കണം. അതുപോലെ തന്നെ സോളമന്റെയും മജീദിന്റെയും കണ്ടങ്ങളിൽ ട്രാക്ടർ ഓടിക്കണം. രാവിലെ 6 മണിക്ക് തുടങ്ങിയാലേ തീരും. 6-ാം കൂലി 7-ാം കൂലി എന്നൊക്കെ പറയുന്ന ഈ കളിയിലുള്ളതാ. കാർത്തേട്ട, നാളെ വരാം. നാളെ പാടാ, മറ്റന്നാളും. എന്ന് വെച്ചാ അതെ, യുവന്മാരൊക്കെ കാരണം നമ്മുടെ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുക. ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവർക്കൊരു നല്ല കാലം ഉണ്ടാകുന്നതിന് തനിക്ക് എന്താണ് കുഴപ്പം? ഞാൻ വരുത്താൻ തന്നെയാ. കാർത്തേട്ട, ഇന്നലെ വരെ കണ്ടോ കൃഷിയൊക്കെയായിരുന്നു. ഇപ്പഴാ ഒന്ന് മെച്ചപ്പെട്ടു തുടങ്ങി. വെറുതെ അതിൽ കയറി ഇടപെടല്ലേ. ചീട്ടുകളി വന്നു, വെള്ളവടി വന്നു, തൊഴിലുഴപ്പ് പദ്ധതികൾ വന്നു, അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും വന്നു.
രാഷ്ട്രീയപരമായി ഇനി പെരുമാൾ ദേശത്ത് ഒന്നിൻ്റെ കൂടെ കുറവുണ്ട്. എന്താണത്? ഹർത്താൽ. ഉപ്പില്ലാത്ത കഞ്ഞിയും ഹർത്താലില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയും രണ്ടും ഒരുപോലെ, ഒരു രസം ഉണ്ടാവൂല. എവിടെ? വടക്കേപ്പാടത്തെ സർക്കാർ ഭൂമി പെരുമാൾ വീട്ടുകാര് കയ്യേറി എന്നും പറഞ്ഞ് നമ്മളൊരു ഹർത്താൽ നടത്തുന്നു. ഒരൊറ്റ കട പോലും തുറക്കാൻ പാടില്ല. ഒരു ഓഫീസുകളും പ്രവർത്തിക്കരുത്. ഒരു 2 വീലർ പോലും റോട്ടിലിറങ്ങാൻ പാടില്ല. ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ നമുക്ക് അടിക്കാം, തൊഴിക്കാം. നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ? കാറൊക്കെ എടുക്കേണ്ടി വരികയല്ലേ? സംഘടിപ്പിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. സാധാരണ ജനജീവിതത്തെയാണ് ഇത് ബാധിക്കേണ്ടത്. അപ്പൊ ധൈര്യമായിട്ട് വണ്ടിക്ക് കല്ലെറിയാം. ഓ, സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോ രോമാഞ്ചാണ് വരുന്നത്. മദ്യം പോലെ ഹർത്താൽ ഒരു ലഹരി ആയിരിക്കണം. അടുത്ത ഹർത്താൽ എന്ന് വരുമെന്ന് ആൾക്കാർ കാത്തിരിക്കണം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ സന്തോഷം കൊണ്ടൊരു കണ്ണ് നിറയുന്നു. ഹർത്താല് കഴിയുമ്പോ എന്റെ മോൻ നേതാവായി കഴിയുമല്ലേ? പിന്നെ അയ്യേ, എന്താണ് കാണിക്കുന്നത്? ഇതേ സീരിയലിലെ വില്ലനല്ല, രാഷ്ട്രീയക്കാരന്. കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് അടിമുടി മാറണം. നാട്ടിലെങ്ങും ആഘോഷിച്ചു വരുന്ന ഹർത്താൽ എന്ന മഹാ ഉത്സവം നമ്മുടെ പെരുമാൾ ദേശത്ത് ആദ്യമായി എത്തിച്ചേരുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ BDVP ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ കടകൾ അടച്ചും ഓഫീസുകൾ സ്തംഭിപ്പിച്ചും വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവൺമെന്റിന്റെ ഭൂമി കൈക്കലാക്കി വെച്ചിരിക്കുന്ന പെരുമാൾ കുടുംബത്തിനെതിരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഹർത്താൽ ഒരു മഹാസംഭവമാക്കി മാറ്റണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അടിച്ചു തകർക്കൂ. അമ്മമാരെ, പെങ്ങന്മാരെ, ഞാൻ ഇവിടുന്ന് ഒരു ദിവസം മാറി എന്ന് അന്ന് തന്നെ ഈ നാടിന്റെ മുഖച്ഛായ മാറിയല്ലേ കാർത്തിയേട്ടാ? മാറി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ BDVP ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ. അവന്റെ അമ്മയുടെ ചാക്ക് ചായക്കും പറഞ്ഞു ഭഗവതി. നമുക്ക് പറ്റിയ ഇര വന്ന് ഹർത്താൽ ആരംഭിക്കല്ലേ? ഞാൻ ലോഡ് എടുക്കാൻ വന്ന കാർത്തിയേട്ടന്റെ പച്ചക്കറി ലോഡ്. പച്ചക്കറി എടുക്കാൻ തന്നെ പച്ചക്ക് ഞങ്ങൾ ഇവിടെ കത്തിക്കും കേട്ടോ. ഈ പെരുമാൾ ദേശത്ത് പച്ചക്കറി എടുക്കല്ലേ? നിങ്ങൾ ആ തടിയും കല്ലൊക്കെ എടുത്തിട്ട് റോഡിന് വഴി തടയും. എന്നാലേ ഹർത്താലിന് ഒരു പൊലിപ്പ് വരുള്ളൂ. പോട്ട് ഇനി കല്ലെടുത്ത് എന്തെങ്കിലും അനങ്ങി ജോലി ചെയ്യടേ. എങ്ങോട്ടാടാ പോണത്? രമേശ, നീ വണ്ടിയിട്. ബ്ലോക്ക് ഞാൻ മാറ്റിത്തരാം. കാർത്തിയേട്ടാ, ഞങ്ങൾ തിരിച്ചു പോവുക. ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. മധു, നീ എന്താ ഈ കാണിക്കുന്നത്? നീ നാട് കുട്ടിച്ചോറാക്കി അടങ്ങൂ. മധു, ഒരു പ്രാവശ്യം ലോഡ് മുടങ്ങി കഴിഞ്ഞാൽ അവർ ഈ ഏരിയ കൂടെ വരികയല്ല. ഈ ഏരിയ വന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ അടുപ്പില്ല, കഞ്ഞി വേവത്തില്ല. ഒന്ന് പോടാ അവിടെ. എവിടെ നിന്നാ? അതെ, പച്ചക്കറി വിറ്റ് ജീവിക്കേണ്ട ഗതികളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാർത്തിയേട്ടാ, ഞങ്ങളങ്ങ് തിരിച്ചു പോവാ. രമേശ, നീ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കിട്ടേ വണ്ടി എടുത്തോണ്ട് പോകും. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ഹർത്താലിന് ഒരു രക്തസാക്ഷി കൂടെ കിട്ടുമല്ലോ. എങ്കിലേ ഹർത്താലിന് ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവോ? രക്തസാക്ഷി ഹർത്താൽ വിജയിച്ചു. പെരുമാൾ ദേശം സ്തംഭിപ്പിക്കും. ഹർത്താൽ വിജയിച്ചു. ഇനി നമുക്ക് സമാധാനപരമായിട്ട് കവലയിലുള്ള കട കാഴ്ച പൊട്ടിക്കാം. അപ്പൊ കൃഷി ഓഫീസ് അടപ്പിക്കാം. അവിടെ ഭാഗവതരും കൂട്ടരും. അമ്മച്ചി വരെ നോക്കിയിട്ട് കാര്യമില്ല. അർജുൻ സാറേ നേതാവേ, ധീരതയോട് നയിച്ചോളൂ. എന്താ ഒരു ബഹളം?
എണ്ണം. ലക്ഷം ലക്ഷം പിന്നാലെ. ലക്ഷം പിന്നാലെ. വടക്കേപ്പാടം പ്രശ്നത്തിലെ ഹർത്താലാ മാഡം. ഈ നാട്ടിലെ ആദ്യത്തെ ഹർത്താല്. നമുക്കതിൽ ഓഫീസ് അടച്ച് പങ്കുചേരാം മാഡം. ഓഫീസ് അടച്ച ഹർത്താലോ? ലക്ഷം പിന്നാലെ. എന്റെ കൈ മീശ കുരുങ്ങും. ഇന്ന് ഹർത്താലാന്ന് പറഞ്ഞൂടെ? ഇല്ല, നമ്മുടെ നാട്ടിൽ വന്നെന്ന് ദേശീയ ഉത്സവം ഹർത്താല്. പോയി ആഘോഷിക്കടാ. എന്താ പോയി ആഘോഷിക്കടാ. തെങ്ങൽ ഇനി നിങ്ങൾ പ്രത്യേകിച്ച് എന്താ എന്താ ഇവിടെ? അയ്യോ, മാടം അറിഞ്ഞില്ലേ? വാസ്കോഡ് ഗാമ ഇന്ത്യയിലെ കാപ്പാട് ബീച്ച് കാല് കുത്തിയത്. എന്താടാ നീ കുലുക്കുന്നത്? നീ അറിഞ്ഞോ? മാഡത്തിന് അറിയില്ലേ ഇന്ന് ഹർത്താലാണെന്ന്? ഈ ഓഫീസ് അടയ്ക്കാൻ വന്ന ഓഫീസ് അടയ്ക്കാനോ? ഏത് ഹർത്താലായാലും ഇന്ന് ഓഫീസ് അടയ്ക്കാൻ പറ്റില്ല. നിന്റെ കുഞ്ഞമ്മയുടെ മോളാണോടാ പാടി പൂടി എന്ന് വിളിക്കാൻ? കുഞ്ഞമ്മേ, ഈ ഓഫീസ് നടക്കും. ഹർത്താലായിട്ട് എന്താ ഓഫീസ്? കാർത്തി, അവന്റെ കളി ഞാൻ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കും. എടാ, കാർത്തി ആരാ നിനക്കറിയില്ലേ? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇല്ല, ഓഫീസ് അടക്കില്ല. അതുമല്ല, ഈ നാടിനെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല. എടി, നിന്നോട് മാറാനാ പറഞ്ഞ. വന്ന് ദേവത നിന്റെ കുറവുകൂടെ ഉള്ളായിരുന്നു. എന്താ എന്താനു എന്താ പ്രശ്നം? ദേ, ഇനി നിന്റെ റിപ്പോർട്ട് വേണ്ടടി. ഹർത്താൽ ദിവസം ഓഫീസിൽ കയറിയാ നിന്റെ കാടിനെ വെട്ടും. താൻ തല വെട്ടിയാലും ശരി, ഞാൻ ജോലിക്ക് കയറും. വാനു ഹർത്താൽ ദിവസം ആർക്കും ആരെ വിടുങ്ങി തല്ല. തൽക്കാലം ഇവിടെ നിൽക്കണ്ട, പോയേക്കാം. ഇനി പോലീസ് വന്ന് ഇടി കൊള്ളുന്ന വരെ ഇവിടെ നിന്ന് കറങ്ങണം. മാർജിമൻ സാറിനോടാ ഞാൻ പറഞ്ഞത്. ഹർത്താലുകൾ ആവർത്തിച്ചാൽ പെരുമാൾപുരത്ത് നിന്നും പച്ചക്കറി എടുക്കുന്നത് നിർത്തുമെന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അസോസിയേഷൻ. അതെ, പച്ചക്കറി ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അഭിമാനം, അഭിമാനം. എന്താണ് ഇത്? പഠിക്കാൻ പോയില്ലയോ? ഇന്ന് പാർട്ടി ജാഥയാ. ദേ, ഒരു ബിരിയാണി 1000 രൂപയും കിട്ടി. നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതുപോലെ പാർട്ടി ആദ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ബിരിയാണി കഴിക്കാൻ പറ്റുന്നല്ലേ? ഞാനും ജാഥയ്ക്ക് കൂടിയാലോ എന്ന് ആലോചിക്കുക. 1000 രൂപ ബിരിയാണി. ഈ കടയുടെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് PDVP ചേർന്നാലോ എന്ന് ഞാനും ആലോചിക്കുക. അതാ ലാഭം. അവരെ ഇതുവരെ കണ്ടില്ലല്ലോ. കാർത്തിയേട്ട, അവരിനി വരുമെന്ന് തോന്നണില്ല. വാ, 50 ആളുകളുടെ പണിയാ. നമ്മൾ ഈ 5 പേരെ വെച്ച്. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് പെരുമാൾ ദേശം സെൻട്രലിൽ വെച്ച് ചേരുന്ന PDVPയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ തായ്ലൻഡിലെ കൃഷിക്കാരുടെ സ്ലോഗൻ എന്താണെന്ന് അറിയോ? ആളില്ലെങ്കിൽ ആവേശം ഒന്ന് കൂട്ടിയാൽ മതിയെന്ന്. അത് മതിടാ. വാ, ഇറങ്ങും. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും യൂണിയൻകാരന്മാരുണ്ടാ. ഈ യൂണിയൻകാരെ ഇവിടെ പണിയെടുക്കും. ഇത് ഞങ്ങൾ നോക്കിക്കോളാം.
പിള്ള നേതാവേ ധീരതയോട് നയിച്ചോളൂ. അങ്ങോട്ട് നോക്കെത്താം. ധീരതയോട് നയിച്ചോളൂ. ഞങ്ങളെ ഓമന നേതാവേ ധീരതയോട് വന്നോളൂ. ധീരതയോട് നയിച്ചോളൂ. മുതലാളി നമ്മളെ കൊടിയൊക്കെ എടുത്ത് കളയാൻ നോക്കുന്നു ഇവന്മാര്. ചേട്ടാ വാ ചേട്ടാ. പോവും അങ്ങോട്ട്. ചേട്ടൻ വന്നേ. വാ ചേട്ടാ. എന്താ ഇത്? എനിക്കെത്താ 1000 2000 അല്ല, 1 ലക്ഷം. 1 ലക്ഷം ഇത് വാങ്ങി സന്തോഷത്തോടു കൂടി എൻ്റെ കൂടെ വരുന്നോ അതോ വരട്ടാൻ വേണ്ടി പറഞ്ഞല്ല? നിങ്ങളൊക്കെ എന്റെ സഹോദരന്മാരല്ലേ? ഇവരൊക്കെ പാവങ്ങളാ സാറേ. ഞങ്ങൾ ഇവിടെ വരൂലേ? വരൂലടാ ഉണ്ടാക്കണ്ണ. വരും സാർ. മധു, സേതുവാണ് ഇനി മുതൽ PDVPയുടെ ബ്ലോക്ക് പ്രസിഡന്റ്. അടിപൊളി. അപ്പൊ ശേഖരേട്ടനോ? ശേഖരേട്ടൻ നമ്മുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി. പിടിച്ചിട്ട് സന്തോഷം. അത് തന്നെ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ മീറ്റിംഗ് നമുക്ക് കൊഴുപ്പിക്കണം. ഓക്കെ? അപ്പൊ പറഞ്ഞ പോലെ അർജുനപിള്ള നേതാവേ ധീരതയോട് നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. കാണേണ്ടവരെയൊക്കെ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. മിനിസ്റ്ററുടെ PA സഹായിച്ചു. ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്ന വഴിയാ. 2 ആഴ്ചക്കുള്ളിൽ എഗ്രിമെന്റ് നടത്താം. ഇനി ഒഴിപ്പിക്കലിന്റെ ആദ്യഘട്ടം നാളെ തുടങ്ങും. നോട്ടീസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്താ മോളെ? അമ്മൂമ്മേ, ഇത് നമ്മളെ ഒഴിപ്പിക്കാനുള്ള നോട്ടീസാ. ഒഴിപ്പിക്കാനോ? അപ്പാ, എന്തു പറ്റി? മോനെ, എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. എവിടേക്കോ ഞാൻ തോൽക്കുന്നുണ്ടോന്നൊരു തോന്നൽ. ഈ കാർത്തി ഉള്ളപ്പോ അപ്പൻ എവിടെയും തോൽക്കില്ല. ആ പാവങ്ങളുടെ കിടപ്പാട് നഷ്ടപ്പെട്ടാൽ ഞാൻ തോക്കുന്നതിന് തുല്യമല്ലേടാ. അപ്പാ, ഈ പെരുമാൾ ദേശവും ഇവിടുത്തെ ജനങ്ങളും അപ്പനെ ഒരിക്കലും കൈവിടില്ല. സത്യം. കയ്യേറിയിരിക്കുന്നതുകൊണ്ടല്ലേ ആ മാറി നിൽക്കുക. അത് ഞങ്ങളുടെ ജോലി ചെയ്യണ്ടേ ഞങ്ങൾക്ക്? മനസ്സിലാക്കുന്നു. ബഹളം ഉണ്ടാക്കുന്നത് എല്ലാവരും കേൾക്കുക. അങ്ങോട്ട് എന്തോ ഇത്? സർ, അവരെ അളക്കാൻ സമ്മതിക്കുന്നില്ല. എന്തളക്കാൻ? നിർത്താൻ പറയണോ? സർ, ഇതൊക്കെ വ്യാജമായ രേഖയാണെന്ന് പരാതി ഉണ്ടല്ലോ. ഈ പരാതി നിലനിൽക്കുമ്പോ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഇതെല്ലാം ഉടനെ നിർത്തിവെക്കണം. ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ ഒരു നിർമ്മാണ പ്രവർത്തനവും പാടില്ല. ഇറ്റ്സ് മൈ ഓർഡർ. ഇയാളെ ആരാ വിളിച്ചത്? അറിയില്ല സർ.
ഞാനാണേ പാലാ തങ്കച്ചൻ. ഞാനാണ് കളക്ടറെ വിളിച്ചത്. ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അത് വേണമെന്ന് തോന്നി. രാഷ്ട്രീയത്തിലായതുകൊണ്ട് കൂടുതൽ കാശ് കിട്ടുന്നിടം നോക്കി നിന്ന് ശീലിച്ചുപോയി എന്ന് വിചാരിച്ച് തങ്കച്ചന് മനസാക്ഷിയില്ലെന്ന് വിചാരിക്കരുത്. എന്തായാലും വടക്കേപ്പാടം തിരിച്ചു പിടിക്കാൻ ഒരു സമരം ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ല. കാരണം യൂണിയനോ രാഷ്ട്രീയമോ ഇവിടെ ഇല്ല. സർക്കാർ നേതൃത്വത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളിൽ അംഗീകൃത യൂണിയനുകൾക്കോ ജനപ്രതിനിധികൾക്കോ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. അത് രണ്ടും രാഷ്ട്രീയക്കാരാണ്. ഇതൊക്കെ ആ ഗണപതി പിള്ളയുടെയും മകന്റെയും പണിയാണ്. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. എല്ലാം ഈ തങ്കച്ചന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നടത്തിയതാണ്. രാഷ്ട്രീയക്കാരെ കൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓ, നിങ്ങൾക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരെയൊക്കെ വെറുപ്പാണല്ലോ. എന്തായാലും തങ്കച്ചൻ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. സന്തോഷം. മിസ്റ്റർ അർജുൻ, നിങ്ങൾ കാരണം കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ആയിരിക്കുകയാണ്. സംഘർഷം, കളക്ടറുടെ സ്റ്റേ ഓർഡർ, ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. എന്റെ MD, കളക്ടർ സ്റ്റേ തന്നാൽ മന്ത്രിയെ കൊണ്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് തന്നെ അതിനു വേണ്ടിയാ. ഞങ്ങളുടെ പാർട്ടി മന്ത്രിയുടെ പാർട്ടിയായിട്ട് അങ്ങ് ലയിക്കും. അതൊന്നും എന്റെ വിഷയമല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ സ്ഥലം പെരുമാൾ പിള്ളയുടെ തന്നെയാണ്. ഇനി അതൊക്കെ പറഞ്ഞ് നമുക്ക് തർക്കിക്കണ്ട. ഗ്രാമത്തിലെ മുഴുവൻ പേരും കാർത്തിയെ വൈകാതെ തള്ളിപ്പറയും. അധികം വൈകാതെ അവൻ എന്റെ വഴിക്ക് വരും. രാഷ്ട്രീയം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്റെ RK സാറേ. മഹാമോശം. ഇത്രയും കാലം ഗണപതി പിള്ളയുടെ കൂടെ നടന്നിട്ട് അവസാനം ഈ പാലാ തങ്കച്ച കാല് മാറിയല്ലോ. അനാവശ്യം പറയരുത് കേട്ടോ. വിട്ടുകളാ. ഒരു കഥയാകുമ്പോ കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ട്. ആ സംശയമാണ് ഞാൻ ചോദിച്ചത്. ഈ ഗണപതി പിള്ളയുടെ ഉദ്ദേശം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പം തങ്കച്ചൻ സാറ് ശരിയുടെ കൂടെ വന്നു. അതിനെ കാലുമാറ്റം കിലിമാറ്റം പറയരുത്. ഓ, അതാണ്. കൊള്ളാം. ഇതും കൂടെ കൈ വന്നപ്പോ ഏകദേശം എല്ലാം ഉറപ്പായി. അപ്പാ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇനിയെങ്കിലും എന്റെ കഴിവിനെ അഭിനന്ദിച്ചൂടെ? സമയമായിട്ടില്ല. പിള്ളേ, എനിക്കുള്ളത് ഇങ്ങനെ തന്നൂടെ? തരാടോ. ആദ്യം വടക്കേപ്പാടത്തെ ആൾക്കാരെ ഒഴിപ്പിച്ച് നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തണം. എല്ലാ ഓഫീസിലും നമ്മുടെ ആൾക്കാരെ എത്തിക്കണം. പോലീസുകാർക്ക് അപ്പ പറഞ്ഞതിൽ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വടക്കേപ്പാടത്തെ ഈ വ്യാജ പ്രമാണം തങ്കച്ചൻ വഴിയാണ് ഞാൻ ഒപ്പിച്ചത്. അതുപോലെ അവിടെ ഉള്ളവരെ മുഴുവൻ ഒഴിപ്പിക്കാനും അവനെ തന്നെ ഉപയോഗിക്കണം. ഈ കള്ളത്തരം കാണിക്കാൻ കള്ളനെ തന്നെ ഉപയോഗിക്കണം. അതാ ബുദ്ധി. കൊള്ളാം, നല്ല ബുദ്ധി. ഇതൊക്കെ ഇങ്ങനെ തന്നെ നടന്നാൽ. എടോ പിള്ള മുതലാളി, താൻ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വിളിച്ചു, ഞാൻ വന്നു. പണി നന്നായി ചെയ്തു. പക്ഷെ താൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഈ പണി അത് തങ്കച്ചന് വശമില്ല. പക്ഷേ വടക്കേപ്പാടത്തെ പാവങ്ങളുടെ കിടപ്പാടം കൈക്കലാക്കാൻ താൻ നടത്തുന്ന ഈ തന്ത്രം ഉണ്ടല്ലോ, അതിന് തങ്കച്ചൻ കൂട്ടു നിൽക്കുകയല്ല. താൻ കൂടുതലൊന്നും പറയണ്ട. പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി. സൗകര്യപ്പെടില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിലേ ഗണപതി പിള്ള ആരാണെന്ന് താൻ അറിയും ഈ നാട് വിടുന്നതിന് മുമ്പ്. ഈ നാട് മുഴുവൻ നിന്റെയും നിന്റെ തന്തയുടെയും വകയല്ലല്ലോ. വേറെ ആളുകൾക്ക് ഇവിടെ സ്ഥലമുണ്ടല്ലോ. നിർത്തോ. ഇവിടെ വന്ന് എന്റെ ചോറ് കൊണ്ടിട്ട് എന്റെ നേരെ കുരയ്ക്കുന്നു. ഇറങ്ങിക്കൊള്ളണ ഈ നിമിഷം. അതിന് തന്നെയാടോ വന്നത്. പെരുമാളിന്റെ നല്ല മനസ്സറിയാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശരീരത്തിൽ പിടിച്ച പുതുവൽ തറവാട്ടിലെ അഴുക്കുകളെല്ലാം തട്ടിക്കളഞ്ഞിട്ട്. ഇവിടുന്ന് ഇറങ്ങിയ പൊക്കോളണം. ഈ നാട്ടിൽ കണ്ടേക്കരുത്. കണ്ടാൽ ഒന്ന് പോടാ ചെക്ക. തങ്കച്ചൻ ഈ അഭിനയം തുടങ്ങിയിട്ട് വർഷം 35ആയി. രാഷ്ട്രീയം പഠിപ്പിക്കാൻ മാത്രമല്ല, കളിക്കാനും നന്നായിട്ടറിയാം. അപ്പനും മോനും കണക്കൂട്ടിയിരുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി നിനക്കും വെച്ചിട്ടുണ്ട്. വെറുതെ പല്ല് കടിച്ച് പൊട്ടിക്കണ്ട. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ്. എന്ത് കൈവിട്ടു പോണൂന്നാ? കാർത്തി അപ്സെറ്റ് ആവാതിരിക്കൂ. ട്രൈ ടു ഓവർകം ഇറ്റ്. ഇതൊക്കെ പരീക്ഷണങ്ങളായിട്ട് എടുത്തൂടെ? ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കാർത്തി. ഞാൻ ഇവിടം വിട്ട് എങ്ങും പോകുന്നില്ല. ഈ നാടിനെ എഫക്ട് ചെയ്യുന്നത് എന്തും എന്നെ എഫക്ട് ചെയ്യും. ശകുനിപ്പിള്ള ചേട്ടോ, കട ഒതുക്കിയോ? ആ തങ്കച്ചനോ, കേറി വാ. ആഹാ, രാത്രി പാലാക്കി വണ്ടി ഇല്ലേ? ഇന്നിനി ഇല്ല, രാവിലെ ഉള്ളൂ.
അല്ല അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. സൗകര്യമൊക്കെ ഇത് മതി. പുണ്യത്തിനൊന്ന് കിടന്നോട്ടെ എന്നല്ല, സൗകര്യമാണ് നോട്ടം. അവിടെ നടിച്ചിറക്കിയല്ലേ. ഒടുവിൽ അത് സംഭവിച്ചു. ഇലക്ഷൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്നിട്ടാണ് അവന്മാരെന്നെ. തങ്കച്ച, അത് നന്നായി. നീ ഇനിയും ആ ദുഷ്ടന്മാരുടെ കൂടെ നിന്ന് പാവങ്ങളെ ദ്രോഹിക്കരുത്. അവന്മാർ നിന്നെ വെച്ച് പലതും ചെയ്തോണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ. ഒരിക്കലും പെരുമാൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ ജീവിതം വലിയൊരു ത്യാഗം തന്നെയാണ്. നീ അവന്മാർക്ക് വേണ്ടി പെരുമാളെ ദ്രോഹിക്കരുത്. പച്ചക്കറികളിൽ വിഷാംശം. മാരകമായ അളവിൽ കീടനാശിനി ഉപയോഗിച്ച 3 ലോഡ് പച്ചക്കറികൾ അതിർത്തി ചെക്ക് പോസ്റ്റിൽ അധികൃതർ കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഉപയോഗിച്ച പച്ചക്കറികൾ പെരുമാൾ ദേശത്തെ കാർത്തികരാജ പെരുമാളിന്റെ കൃഷിയിടത്തിൽ വിളയിച്ചതാണ്. പെരുമാൾ ദേശത്ത് തൊഴിലാളികളെ ലഭ്യമാകാത്തത് കാരണം കാർത്തികരാജ പെരുമാൾ എളുപ്പവഴി സ്വീകരിച്ചതായാണ് പോലീസ് നിഗമനം. ആയിരിക്കും. ഇതുവരെ നാടൻ പ്രയോഗമായിരുന്നല്ലോ. ആളുകൾ കൂടുതൽ വേണം. ഇതിപ്പോ കലക്കി ഒരടി. അത്രേ ഉള്ളൂ. ഇതങ്ങനെ വിടാൻ പാടില്ല. നമ്മളെ നാടിനെ അങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുന്നത്. വേണ്ട, അവിടെ നിന്നാ മതി. പെരുമാൾ, ഞാൻ കാർത്തിയെ കൊണ്ടുപോകുന്ന സഹകരിക്കണം. ആ കീടനാശിനി പ്രശ്നം ഒക്കെ അറിയാലോ. അറിയാടോ, ഒക്കെ അറിയാം. എനിക്ക് മാത്രമല്ലല്ലോ, തനിക്കും അറിയാമല്ലോ അല്ലേ? തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കാർത്തിയെ കൊണ്ടുപോയേ പറ്റൂ. അവനല്ല അത് ചെയ്തതിന് വേറെ തെളിവുണ്ടോ? എന്താണെന്നോ വിശ്വാസം. ഈ നാട്ടുകാർക്ക് അവനോടുള്ള വിശ്വാസം. ആ ഒറ്റ തെളിവ് മതിയടോ. വേണ്ട കാർത്തി വന്ന് ജീപ്പിൽ കയറൂ. എങ്കിൽ ഞാനും വരുന്നതോ, ഞങ്ങൾ ഒരുമിച്ച്. അച്ഛാ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അച്ഛൻ എപ്പോഴും പറയാറില്ലേ സത്യം മാത്രമേ ജയിക്കൂ. ഇത്തവണ നമ്മൾ തന്നെ ജയിക്കും. അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരണ്ട. മാത്രമല്ല എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കഷ്ടമായിരിക്കും അച്ഛൻ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറി ഇറങ്ങുന്നത്. നമുക്ക് പോവാം. ആ അവസാനം കാര്യം നടന്നു കഴിയുമ്പോൾ പറഞ്ഞതൊക്കെ ഇനി എത്തണം. കാര്യം പറ. കാർത്തിയെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. കാർത്തിയോ? ഏത് കാർത്തി? ഇവിടെ ആരെങ്കിലും കാർത്തി എന്ന് പറഞ്ഞ ആളെ കസ്റ്റഡി എടുത്തിട്ടുണ്ടോ? ഇവർക്ക് സ്റ്റേഷൻ തെറ്റിയതായിരിക്കും സാർ. ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത കാർത്തിക രാജ പെരുമാൾ വെറുതെ നാടൻ കളിക്കില്ല സാറേ. ചേരമാൻ പെരുമാൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാരാടാ പോയി കാർത്തികരാജ പെരുമാൾ? നിങ്ങൾ ഈ പറയുന്നയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അല്ലേ? ഈ രജിസ്റ്റർ നോക്ക്. മനസ്സിലായി. കേസ് ചാർജ് ചെയ്യാതെയുള്ള ഹറാസ്മെന്റ് അല്ലേ? ആ അർജുനപിള്ള എത്ര കാശ് വന്നു? വക്കീല് പോയിന്റിലേക്ക് വന്നു. സംഗതി നേരാ, പക്ഷെ ഞാൻ മാത്രം നന്നായി പോരല്ലോ. നമുക്കെല്ലാം ഗുണം കിട്ടുന്ന ഡീല. ആ വടക്കേ പാടം JK ഗ്രൂപ്പിന് കൊടുക്കുക. ഇരട്ടി വില കൊടുക്കും പെരുമാൾ. കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കർ ഫീസ് നമുക്ക് നല്ല എമൗണ്ട് കിട്ടും, നമുക്കുൾപ്പെടെ. ഇല്ലേ 302 വകുപ്പ് ഞാൻ അങ്ങ് ചാർജ് ചെയ്യും. ഡീലിങ് സമ്മതിച്ചാൽ അയാളെ ഇപ്പൊ തന്നെ ഞാൻ റിലീസ് ചെയ്യാം. 4-5 പണിക്കാരെ വെച്ച് ഞാനങ്ങ് FIR എഴുതും. പെട്ടെന്ന് പറ. ആദ്യം കാർത്തി ഒന്ന് കാണണം. സത്യം പറഞ്ഞ കൈക്കൂലി നേട്ട കലി കളന്നാളായിരുന്നു ഞാൻ. ഇപ്പൊ എന്താ ഈ നാടിന് കൂടെ എനിക്കും കിട്ടി. രാഷ്ട്രീയം, ഹർത്താലും ജാഥയും കൂടിയും ചീട്ടും ഒക്കെ വന്ന് ഈ പെരുമാൾ ദേശത്ത്. അപ്പോ പിന്നെ കൈക്കൂലിന് ലേശം കൂടി ഇരിക്കട്ടെ. ഒന്നുമില്ല മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ ബോധപൂർവ്വം ഇദ്ദേഹത്തെ ഒന്ന് വിട്ടേക്ക് സാർ. നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്നത് പോലെ ഇദ്ദേഹം നമ്മുടെ ശരീരത്തിൽ. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡീല് സംസാരിക്കാം. ഇതാ ഡീൽ. ഇതിനുള്ളുണ്ട്. അങ്ങനെ വഴിക്ക് വായന്റെ പെരുമാളെ, ഈ ബുദ്ധി നേരത്തെ തോന്നാൻ പാടില്ലായിരുന്നു. ശരി ശരി. രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടൻ അടുത്ത നിമിഷം കാർത്തി ഞാൻ വീട്ടിൽ കൊണ്ടങ്ങ് തരും.
തന്തപ്പെരുമാള് സറണ്ടറായി. ഇൻസ്പെക്ടറെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ. എന്താണോ അയാൾ കോമഡി പറയണോ? കോമഡി അല്ല അർജുന, ഇപ്പൊ കാര്യങ്ങൾ അല്പം സീരിയസ് ആണ്. പെരുമാൾ ദേശത്തെ കീടനാശിനി കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. കുറ്റവാളിയെ തിരിച്ചറിഞ്ഞു. വാർത്തകൾ വിശദമായി. ഈയിടെ രൂപം കൊണ്ട PDVPയുടെ നേതാവ് അർജുനൻ പിള്ളയാണ് അതിന് പിന്നിലെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ കൃഷി ഓഫീസർ സമർപ്പിച്ച CD-യിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അതിശയം തന്നെ. അതല്ലേ, ഇതാണ് നല്ലത് ചെയ്യുന്നവരുടെ കൂടെ ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ പേരെന്താണെന്നറിയോ? എന്താ? വിൽസൺ പുതുപ്പള്ളി. സ്വന്തമായിട്ട് പോഴുന്നതിന് ഒരു ഉളുപ്പുമില്ല അല്ലേ? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്താണെന്നറിയോ? ഓക്സിജൻ അല്ല, പിന്നെ ഒളിക്യാമറ. അതാണ് സംഭവം. കറക്റ്റാണ്. ഞങ്ങൾ ചാനലുകാർ ഒളിക്യാമറ വെച്ച് എത്ര പുലികളെന്നറിയാ എലികളാക്കി മാറ്റിയത്. കാർത്തിക്കെതിരെ ഒരു കടുത്ത പണി അർജുനമുള്ള പണിയൊന്നും ഞങ്ങൾക്കറിയായിരുന്നു. അതെങ്ങനെയാന്ന് ഞങ്ങൾ ഊഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനും ഇവരും കൂടെ ഒളിക്യാമറ പദ്ധതി ആസൂത്രണം ചെയ്തത്. അതെ, നീയായിരുന്നു ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? മല്ലു ആന്റിയും റിവർ സൈഡ് എന്നും പറഞ്ഞൊരു കുളിസീൻ അയച്ചു തന്നില്ലായിരുന്നോ വാട്സപ്പിൽ? അതൊക്കെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാ. പക്ഷെ പാക്കിക്കകത്തല്ല, സോപ്പെട്ടിക്കകത്ത. ഈ രാഷ്ട്രീയക്കാരുടെ വക്രബുദ്ധിയെ സമ്മതിച്ചിരിക്കുന്നു. പിന്നല്ലാണ്ട്. പിന്നെ നമ്മുടെ അർജുനൻ പിള്ള അറസ്റ്റ് ചെയ്തല്ലോ. പിന്നീട് നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചു? നക്ഷത്രക്കാർ എണ്ണിപ്പോയി മോനെ. ആരാടാ കുളിക്കുന്നോട് ഒളിഞ്ഞു നോക്കുന്നേ? ഇല്ല, കുളിസീൻ കാണാനിരിക്കുമല്ല, കഥ പറയാൻ വേണ്ടി ഇരുന്ന ഓടിക്കും. ഇവരുടെ കുളിക്ക് 14 ലക്ഷം ലൈക്ക് കഴിഞ്ഞ് ഇപ്പോഴും നാണം മാറിയിട്ടില്ല. അർജുനൻ പിള്ള അകത്തായതോടെ രാഷ്ട്രീയം തീർന്നു. തൊഴിലാളികൾക്ക് മുദ്രാവാക്യം വിളിച്ചു കിട്ടുന്ന കാശും ഇല്ലാതായി. കൃഷിയിൽ നിന്ന് നാട്ടുകാരകന്നിരുന്നല്ലോ. അതോടെ പെരുമാൾ ദേശത്തെ പാടങ്ങളും പറമ്പും എല്ലാം കരിഞ്ഞുണങ്ങി. കൃഷി നശിച്ചു. പല വീടുകളിലും ദാരിദ്ര്യം കാലെടുത്ത് വെച്ചു. അങ്ങോട്ട് ചോദിക്ക്. കൊരങ്ങന്റെ കയ്യിൽ മാല കൊടുത്ത ഇങ്ങനെ ഇരിക്കും. ഒരു നാട് മുഴുവൻ ഇല്ലാണ്ടാക്കി. 3 നേരം പുകഞ്ഞോണ്ടിരുന്ന അടുപ്പാ, അതും കെടുത്തി. ദേഹം വയർത്തിട്ട് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോരോ അസുഖങ്ങള് അതും തുടങ്ങി. മനുഷ്യന് ഭ്രാന്തായിരിക്കാം. ഒന്ന് സമാധാനം തരുമോ? സമാധാനം ആരല്ലാതാക്കിയേ? നേരം വെളുക്കുമ്പോ തൂമ്പ എടുത്തോണ്ട് പോകുന്നത് കാണാൻ എന്തൊരു ഐശ്വര്യ. അപ്പൊ ജാഥ വിളിച്ച ബിരിയാണി കിട്ടും, മണിക്കൂർ കണക്കിന് രൂപ കിട്ടും. ഇപ്പൊ കടിച്ചു നൂല പിടിച്ചു നൂലാണ്ടായി. നേതാവ് ജയിലുമായി.
നേതാവിന്റെ അച്ഛൻ ഗണപതി പിള്ളയെ കാണാനുമില്ല. കൃഷിയും തീർന്നു. മുമ്പ് കൃഷിക്കുള്ള ക്ലാസ് എടുക്കുമ്പോ കാർത്തിയേട്ടൻ പറയാറുള്ളത് എന്തുവാ? അവനോനുള്ളത് അവനോ തന്നെ ഉണ്ടാക്കണമെന്ന്, അന്യരോട് കൈനീട്ടാൻ പോകരുതെന്ന്. ഈ നാടിലുള്ള അരിയും പച്ചക്കറി ഇവിടെ തന്നെ ഉണ്ടാക്കി ജീവിക്കണമെന്ന്. അച്ഛാ, കാർത്തിയേട്ടനോട് പറയണം പഴയതുപോലെ കൃഷി തുടങ്ങാൻ. മുമ്പ് നല്ല രസമായിരുന്നു വയലൊക്കെ കാണാൻ. ആ, ഇവിടെ കൃഷിയില്ല, പണിക്കാരുമില്ല. എന്തിനാ പിന്നെ ഇങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കണേ? അടയ്ക്കാം, എപ്പോഴാ തുറക്കണം എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. അവസാനം ഈ പഴവും തിന്നുകൊണ്ടിങ്ങനെ നിൽക്കേണ്ടി വരുമോ ബ്രിട്ടാസേ? അനു, ഒരു ചെറിയ പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. വർക്കൗട്ട് ആവുമെന്നറിയില്ല, എങ്കിലും ട്രൈ ചെയ്യാം. താൻ കുറച്ച് മെയിൽസ് അയച്ച് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പറയാം. பெருமாளே, உங்களுக்கு சௌக்கியமா? നമസ്കാരം സാർ. പ്രതീക്ഷിച്ച അതേ വേഷം തന്നെ. ഇതാ ഞാൻ പറഞ്ഞ സക്രിയ സാർ. സാർ, ഇതാനു. അറിയാം. ഇത് ഇവിടുത്തെ വീഡിയോ ശ്വേത. ഹായ്. ആ, നിന്റെ മെയിൽ വരുമ്പോൾ ഞാനൊരു ട്രിപ്പിനുള്ള ഒരുക്കത്തിലായിരുന്നു, രാജസ്ഥാനിലേക്ക്. നീ വായിച്ചു കാണും, അവിടെ ഒരു വില്ലേജ് ചീഫിന്റെ തീരുമാനം. ഗ്രാമത്തിൽ ഒരു കൊച്ചു ജനിച്ചാൽ 150 മരം വെച്ച് പിടിപ്പിക്കുന്നു പറഞ്ഞ ഒരാള്. പുള്ളിക്കാരനെ ഒന്ന് കാണാൻ. ശരിയാ, അത് കേട്ടപ്പോ എനിക്കും അദ്ദേഹത്തെ ഒന്ന് കാണണം തോന്നി. വെള്ളവും വളമൊക്കെ കണ്ടിട്ട് കാലം കുറെ ആയി അല്ലേ? 1 മീറ്റർ ഡെപ്ത് വരെ പോണം, അറിയാലോ. 1/2 kg വെച്ചിട്ട് 20 സ്പോട്സ് സാമ്പിൾസ് എടുക്കണം. Got it? Yes, sir. Right. ഡ്രൈ ലാൻഡ് ആണോ നോക്കണ്ട, എല്ലാറ്റും എടുത്തോളൂ. Sir. അതെ, നമ്മളാരാ? നമ്മളാരാ? ഞങ്ങളീ നാട്ടുകാരൊക്കെയാ. ഹേയ് അരവിന്ദ്, സുമി, ജയ്മോൾ, നാട്ടുകാരെന്ന് പറഞ്ഞ ഐറ്റങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ, കണ്ടോ? നാട്ടുകാർ, നാടിനോട് സ്നേഹമുള്ളവനാടാ നാട്ടുകാര്. ഇവിടെ ഇപ്പൊ ഞങ്ങളാ നാട്ടുകാര്. അതുകൊണ്ടാ ഇവന്റെ ഒരു വിളി വന്നപ്പോ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മലേഷ്യന്ന് പാഞ്ഞിങ്ങി വന്നത്. നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വരത്തന്മാരാ. ഇതിപ്പോ ഞങ്ങളുടെ മണ്ണ. കൊണ്ടുപോടാ, അങ്ങോട്ട് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ വെട്ടുമ്പോ ചെളി വരണം, അഴുക്ക് പറ്റും. താടിയും വളർത്തി ബീഡിയും വലിച്ച് ഇറങ്ങിക്കോളും നാട്ടുകാര്. വേണ്ടാലും ഒരു പ്രൊട്ടക്ഷൻ ലുക്ക്. എന്താ കാർത്തിയേട്ടാ, ആരാ ഇവരൊക്കെ? പറഞ്ഞുതരാം. ഇത് സക്രിയ സർ, രാജ്യത്തെ സീനിയർ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റിൽ ഒരാൾ. ലുക്കില്ലാന്നേ ഉള്ളൂ. അവരൊക്കെ സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സുമാ. പെരുമാൾ ദേശത്തിന് കൃഷി ഇറക്കുന്നതും വിളവെടുക്കുന്നതും ഞങ്ങളുടെ ടീമായിരിക്കും. എന്ന് വെച്ചാ കാർത്തിയേട്ടാ, അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളോ? പറഞ്ഞുതരാം. രാവിലെ അടുപ്പയിൽ 1 കലം വെള്ളം വെക്കണം. തിളയ്ക്കുമ്പോ അതിൻ്റെ അകത്ത് 1/2 കിലോ മുദ്രാവാക്യം ഇടണം. പിന്നെ ഹർത്താലും ബന്ധം ചേർത്ത് നല്ലപോലെ ഇളക്കി വെന്തു വരുമ്പോ ചീട്ടുകളെയും വെള്ളമണിയും മിക്സ് ചെയ്ത് വിളമ്പി ചൂടോടെ കഴിക്കുക. മനസ്സിലായി? മണ്ണിനെ വേണ്ടാത്തവന് മണ്ണിനും വേണ്ട, അല്ലേ സർ? യു സെഡ് ഇറ്റ്. ഗുഡ്. മണ്ണിന്റെ സാമ്പിൾസ് ഇവർ കളക്ട് ചെയ്ത് അയക്കുകയാണ്. ഇനി ഇവിടെ യന്ത്രങ്ങളാണ് പണിയെടുക്കാൻ പോകുന്നത്. ഞങ്ങൾ മേൽനോട്ടം, യന്ത്രങ്ങൾ പണിയെടുക്കും.
മനുഷ്യനേക്കാൾ വിശ്വസിക്കാം. നമ്മുടെ ഭൂമിയിലോ? നിർത്തണം. നമ്മുടെ ഭൂമിയാ. ഇവന്റെ മണ്ണായത്. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ ഇതുവരെ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് സമ്മതം മൂളിയാല് ചോദിക്കുന്ന ശമ്പളം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇവിടെയല്ല, ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. അയ്യോ, അപ്പൊ ഇവന് ഭയങ്കര ദേശസ്നേഹം. ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ സ്വന്തം നാട്ടില്. ഇത്ര മണ്ടനായി പോയല്ലോടാ. നാട്ടിൽ ഈ വർഷത്തെ ചൂടെത്രയെന്നറിയോ? 42 ഡിഗ്രി. ഗൾഫിലാണെങ്കിൽ ഒടുക്കത്തെ മഴ. അതിങ്ങനെ ഇവിടെ കാടും മലയും പുഴയൊക്കെ ടിപ്പറിനടിക്കല്ലേ. അവിടെ മരങ്ങൾ വെച്ച് വളർത്തുക മരുഭൂമിയിൽ. കേരള കാർത്തി, കുവൈറ്റില് നല്ല ഒന്നാം തരം ഒരു കൃഷിത്തോട്ടം, ടൺ കണക്കിന് ടൊമാറ്റോ, ക്യാബേജ്. മലപ്പുറത്തെ ഒരു സൈനികന്റെ അധ്വാനമാണ്. ഞാൻ അയാളുടെ കൈ പിടിച്ചെടുത്ത് മുത്തി. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേടാ. സാറേ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ കൈയും കാലം ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല. തീരുമാനം എടുക്കേണ്ടത് ഇവിടെയാ. നിങ്ങൾക്കറിയാമല്ലോ, ഈ പെരുമാൾ ദേശത്തെ കണ്ണെത്താ ദൂരം ഭൂമി ഇവരുടെയാ. കോടികൾ വില പറഞ്ഞ് ഇവിടെ വില്ല പ്രോജക്റ്റ് കൊണ്ടുവരാനും IT പാർക്ക് കൊണ്ടുവരാനും ഒക്കെ റിയൽ എസ്റ്റേറ്റുകാർ ക്യൂ നിൽക്കുക. ഇല്ലാത്ത വികസനം പറഞ്ഞ് ഇടനിലക്കാശ് കൊയ്യാൻ രാഷ്ട്രീയക്കാരൻ നിൽപ്പുണ്ട്. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാ ഇത് കൃഷിഭൂമിയാണെന്ന് വാശി പിടിച്ചിട്ട് ഇവൻ ഇവിടെ നിൽക്കുന്നത്. ഇവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, കൃഷി ഇറക്കാൻ, ഇവനെ സഹായിക്കാൻ. ഞങ്ങൾക്ക് തെറ്റുപറ്റി സാർ. കാർത്തിയേട്ടന് ഞങ്ങള് ഇനിയും വൈകിട്ടില്ലടോ. ഇവന്റെ കൂടെ നിന്ന് പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ല. ഈ മണ്ണ് നിങ്ങൾക്ക് പൊന്നാക്കിയെടുക്കാം. ഇതാണ് പെരുമാൾ ദേശത്തിന്റെ ഇതുവരെയുള്ള കഥ. സമയായി. വാ പോവാ. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ വിൽസൺ പുതുപ്പള്ളി സ്വന്തം നാട്ടിലോട്ടൊന്നും പോകുന്നില്ലേ? ഇതാണ് ഏട്ടാ ഇപ്പൊ എന്റെ നാട്. ഉടായ്പകളൊക്കെ നിർത്തി. പ്രസ്ഥാനത്തിന്റെ ശക്തി എന്താണെന്നറിയോ? നല്ലൊരു നേതാവ്. കാർത്തിയേട്ടനാ ഇപ്പൊ എന്റെ നേതാവ്. പോവാം. കുടിച്ചോണ്ടിരിക്കാനോ, വേഗം വാട്ടോ. ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാര ജേതാവ് പത്മശ്രീ കാർത്തികരാജ് പെരുമാൾ, നമ്മുടെ പ്രിയപ്പെട്ട കാർത്തികേട്ടൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ അംഗീകാരം എനിക്കല്ല, കൃഷിക്ക്, അധ്വാനത്തിന് രാജൻ തന്നെ നൽകിയ ആദരവാണ് ഈ പത്മശ്രീ. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, കൃഷിയിലൊന്നും വലിയ ആദായമില്ല. ആദായത്തിനും ലാഭത്തിനും വേണ്ടി മാത്രമുള്ളതല്ല കൃഷി. നമ്മുടെ പാടത്തും പറമ്പിലും വിത്ത് വിതയ്ക്കുമ്പോ, അതുപോലെ മുള പൊട്ടുമ്പോ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നും. തൈ അങ്ങോട്ട് വളരുമ്പോ മനസ്സിലൊരു പ്രതീക്ഷ കയറും. പിള്ളേര് വളർന്നു വരും പോലെ. ചിലപ്പോ വേണ്ട വില കിട്ടിയെന്ന് വരില്ല, അപ്പൊ കുറച്ച് നിരാശയൊക്കെ തോന്നും. പക്ഷേ അടുത്ത തവണ മെച്ചപ്പെടുത്താൻ ഒരു വാശി കയറും. അങ്ങനെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടും സങ്കടപ്പെടുത്തിക്കൊണ്ടും വാശിയേറ്റിയും അതുപോലെ പ്രതീക്ഷ നൽകിക്കൊണ്ടും ഒരു മനുഷ്യനാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് മണ്ണിന്റെ വേല. ലോകത്തിലെ ഏറ്റവും നല്ല പെർഫ്യൂം നമ്മൾ പെരുമാൾ ദേശക്കാർക്കെങ്കിലും അറിയാം. അത് മണ്ണിന്റെ മണമാണ്. ആ മണം യന്ത്രങ്ങളല്ല ആസ്വദിക്കേണ്ടത്, നമ്മൾ മനുഷ്യരാണ്. നാടിന് സ്നേഹ സമ്മാനം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട കാർഷിക വകുപ്പ് മന്ത്രി ഭാസ്കർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്കറിയാം, ഇതിലൊക്കെ നമ്മൾ കാണിക്കുന്നതിലും വലിയ ശ്രദ്ധ അടുത്ത തലമുറ കാണിക്കും. അതിന്റെ ഓർമ്മപ്പെടുത്തലിനായി ഞാൻ ഈ പൊന്നാട അവരെ ഏൽപ്പിക്കുകയാണ്.
ഫംഗ്ഷൻ കഴിഞ്ഞല്ലോ നാടും നാട്ടുകാരും എല്ലാം പഴയ പോലെ ആവും. ഞാനും. ഹലോ സാറ് തിരക്കില്ല, സാറ് നല്ല തിരക്കില്ല. മേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ? രണ്ട് വർക്കുകളാണ് സുഹൃത്തുക്കളെ പോയിരിക്കുന്നത്.